وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. ഫിർഔന്റെ ഭാര്യ ഫിർഔൻ എത്രമാൽ മോശമായാണെങ്കിലും ഫിർഔന്റെ ഭാര്യയ്ക്ക് നന്നാവാനായി. അതാണ് ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നത്, കാന ഫിർഔനു അഅത അഹ്ലി അർദ്, ഭൂമിയിലെ ഏറ്റവും ധിക്കാരിയാളായിരുന്നു ഫിർഔൻ. വഅബ്അദഹു, ഭൂമിയിലെ ഏറ്റവും അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ദൂരെയായവനായിരുന്നു ഫിർഔൻ. ഫവല്ലാഹി മാ ദറ ഇംറഅതഹു കുഫ്റു സൗജിഹ, എന്നാൽ അല്ലാഹുവാണ് സത്യം, ഭൂമിയിലെ ഏറ്റവും ധിക്കാരിയായ ഫിർഔന്റെ ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവിൻ്റെ കുഫ്ർ തടസ്സമായില്ല, ഒരു ഉപദ്രവവും ചെയ്തില്ല. ഏറ്റവും വലിയ ധിക്കാരിയായ ഫിർഔന്റെ ഭാര്യയ്ക്ക് ഫിർഔന്റെ കുഫ്ർ ഉപദ്രവം ചെയ്തില്ല. ഹീന അതാഅത് റബ്ബഹ, അവളുടെ റബ്ബിനെ അനുസരിച്ചപ്പോൾ. ലിതഅലമു അന്നല്ലാഹ ഹകമുൻ അദ്ലുൻ ലാ യുആഖിദു അഹദൻ ഇല്ലാ ബിദംബി. എന്തിനാണ് ഈ ഉദാഹരണമൊക്കെ അല്ലാഹു തആല പറയുന്നത്? അല്ലാഹു തആല ഹകമാണ്, അദ്ലാണ്, ഏറ്റവും നീതിമാനായ ഭരണകർത്താവാണ് എന്ന് നിങ്ങൾ ബോധ്യപ്പെടാൻ. ഒരാളെയും അവൻ ചെയ്ത കുറ്റത്തിനല്ലാതെ അള്ളാഹു ശിക്ഷിക്കൂല. ഭർത്താവ് കാഫിറായതുകൊണ്ട് ഭാര്യ നല്ലവളാണെങ്കിൽ ഭാര്യയ്ക്ക് ഒരു കുഴപ്പവും വരാനില്ല. ഭാര്യ കാഫിറത്താണെങ്കിൽ ഭർത്താവ് നല്ലവനായാൽ ഭർത്താവിനൊരു ദോഷം വരാനില്ല. വലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ, ഒരാളും മറ്റൊരാളുടെ തെറ്റ് വഹിക്കേണ്ടി വരില്ല. ഓരോരുത്തരും അവനവൻ്റെ തെറ്റിന് മറുപടി പറയണമെന്നല്ലാതെ മറ്റൊരാളുടെ തെറ്റ്, അത് സ്വന്തക്കാരുടേതാണെങ്കിലും ബന്ധക്കാരുടേതാണെങ്കിലും വഹിക്കേണ്ടി വരില്ല. ആ തെറ്റിനു ഇവൻ വീഴ്ചക്കാരനല്ലെങ്കിൽ, ഇവൻ്റെ വീഴ്ച കൊണ്ടുണ്ടായ തെറ്റാണെങ്കിലാണ് മക്കൾ തെറ്റു ചെയ്യുന്നത് പിതാവിൻ്റെ സമ്മതത്തോടെയും പിതാവിന് ചെയ്തു കൊടുത്ത സൗകര്യത്തോടെയുമാണെങ്കിൽ പിതാവ് മറുപടി പറയേണ്ടി വരും. ഭാര്യ തെറ്റു ചെയ്യുന്നത് ഭർത്താവിൻ്റെ ഒത്താശയോടെയാണെങ്കിൽ ഭർത്താവ് മറുപടി പറയേണ്ടി വരും. അല്ലാതെ അവനതിൽ പങ്കില്ലാത്ത, ഒരർത്ഥത്തിലും ആ തെറ്റിന് യാതൊരു രീതിയിലുള്ള പ്രചോദനം അവൻ ചെയ്തിട്ടില്ലെന്നു മാത്രമല്ല അവൻ്റെ ബാധ്യതകൾ അവൻ നിറവേറ്റിയിട്ടുമുണ്ടെങ്കിൽ അത്തരം തെറ്റുകൾ ബന്ധുക്കളെയോ സ്വന്തക്കാരെയോ ഒന്നും ബാധിക്കുന്നില്ല എന്ന് ഈ ആയത്തുകൾ ബോധ്യപ്പെടുത്തുന്നു. സൽമാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, കാനത്ത് ഇംറഅത്തു ഫിർഔന തുഅദ്ദബു ഫിശ്ശംസ്. ഫിർഔന്റെ ഭാര്യയെ പറ്റി നാം പറഞ്ഞു. എന്തായിരുന്നു അവരുടെ അവസ്ഥ? അവർ വെയിലത്ത്, കൊടും ചൂടുള്ള വെയിലത്ത് ശിക്ഷിക്കപ്പെടുകയായിരുന്നു. ഫൈദൻ സ്വറഫ അൻഹ, അങ്ങനെ ഫിർഔൻ അവളെ തൊട്ട് പിന്തിരിഞ്ഞു പോയാൽ അവല്ലത്തുഹൽ മലായികതു ബിഅജ്നിഹതിഹ, മലക്കുകൾ അവരുടെ ചിറക് കൊണ്ട് അവൾക്ക് നിഴലിട്ട് കൊടുക്കുമായിരുന്നു. വകാനത് തറാ ബൈതഹ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവരുടെ വീടിനെ അവൾ കണ്ടുകൊണ്ടിരുന്നു. കാനത് ഇംറഅത്തു ഫിർഔന തസ്അലു, ഫിർഔന്റെ ഭാര്യ ചോദിക്കുമായിരുന്നു, മൻ ഗലബ, ആരാണ് ജയിച്ചത് എന്ന്. ഫയുഖാലു, അപ്പോൾ അവളോട് പറയപ്പെടും, ഗലബ മൂസ വ ഹാറൂൻ, മൂസ അലൈഹിസ്സലാമും ഹാറൂൻ അലൈഹിസ്സലാമുമാണ് ജയിച്ചത്. സാഹിര്യങ്ങളെ വിളിച്ചുകൊണ്ട് വലിയ മത്സരം നടന്നല്ലോ. അതിൽ ആരാണ് ജയിച്ചത് എന്ന് ഫിർഔന്റെ ഭാര്യ ചോദിച്ചപ്പോൾ മൂസ അലൈഹിസ്സലാമും ഹാറൂൻ അലൈഹിസ്സലാമും തന്നെയാണ് ജയിച്ചത്. ഫതഖൂലു, അപ്പോൾ അവർ പറയും, ആമന്തു ബി റബ്ബി മൂസ വ ഹാറൂൻ, മൂസയുടെയും ഹാറൂന്റെയും അള്ളാഹുവിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു അലൈഹിമസ്സലാം. ഫഅർസല ഇലൈഹ ഫിർഔൻ ഫഖാലത്, അപ്പോൾ ഫിർഔൻ ഈ വിവരം കേട്ട് കലിതുള്ളിക്കൊണ്ട് അവളിലേക്ക് ആളുകളെ പറഞ്ഞയച്ചു. എന്താ ഈ പറഞ്ഞത്? ഫഖാലത് ഉൻദുറു അഅളമ സഖറത്തിൻ തജിദൂനഹ ഫഇൻ മദത് അലാ ഖൗലിഹ ഫഅൽഖൗഹ അലൈഹ. അപ്പോൾ അവിടെ അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞു. അതിനുശേഷം ഫിർഔൻ പറഞ്ഞു, ഏറ്റവും വലിയ പാറക്കല്ല് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് കാണാവുന്ന ഏറ്റവും വലിയ പാറക്കല്ല്, മലയിലെ ഏറ്റവും ഉയർന്ന പ്രദേശം. എന്നിട്ട് ഫഇൻ മദത് അലാ ഖൗലിഹ ഫഅൽഖൗഹ അലൈഹ, അവൾ ആ വാക്കുമ്മ തന്നെ പോവുകയാണെങ്കിൽ, അഥവാ മൂസ അലൈഹി സ്വലാമിനെ കൊണ്ടും ഹാറൂനെ കൊണ്ടുമുള്ള വിശ്വാസത്തിൽ നിന്ന് മടങ്ങാൻ തയ്യാറല്ലെങ്കിൽ ഏറ്റവും വലിയ പാറക്കല്ലെടുത്തിട്ട് അവരുടെ മേലിടണം എന്ന് പറഞ്ഞു. വലിയ പാറക്കല്ലെടുത്തിട്ട്, അന്നത്തെ സംവിധാനം ക്രെയിനൊന്നുമില്ല, പക്ഷേ വലിയ ഭീമാകാരന്മാരായ ആളുകൾ, വലിയ ശക്തിയുള്ളവരാണ്, അവരൊന്നായിട്ട് വലിയ പാറക്കല്ലെടുത്തിട്ട് അവളെ മേലായിട്ട് ഇട്ടാളി എന്ന് പറഞ്ഞു. വയൻ റജഅത് അൻ ഖൗലിഹ ഫഹിയ ഇംറഅതുഹു, അതല്ല അവൾ ആ മൂസ അലൈഹി സ്വലാമിനെ കൊണ്ടും
ഹാറൂൻ അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിക്കുന്നതിൽ നിന്ന് മടങ്ങിയാൽ അവൾ എൻ്റെ ഭാര്യയായി തുടരട്ടെ എന്ന് ഫിർഔൻ വിധി കൽപ്പിച്ചു. ഫലമ്മാ അതൗഹ, അങ്ങനെ അവർ വലിയ പാറക്കല്ലുമായി അവളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിന്നു. വലിയ പാറക്കല്ല് അവളുടെ മേലിലേക്ക് ഉരുട്ടാൻ പാകത്തിലും അവളുടെ മുകളിൽ കൊണ്ടുപോയി നിർത്തി. അപ്പോൾ റഫഅത്ത് ബസറഹ ഇലസ്സമാ, അതിൻ്റെ വിശദീകരണമൊക്കെ ഇനിയും വരുന്നുണ്ട്. അവളെ വെറുതെ അങ്ങനെ ഇരുത്തിക്കല്ല, കയ്യും കാലും ഒക്കെ താഴെ കെട്ടിയിട്ട് ആണി വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് അവളുടെ മേലിൽ പാറക്കല്ലിടാൻ പോകുന്നത്. ആ സമയത്ത് അവൾ ഫിർഔന്റെ ഭാര്യ ആകാശത്തേക്ക് നോക്കി. ഫഅബ്സറത് ബൈതഹാ ഫിൽ ജന്ന, അപ്പോൾ സ്വർഗത്തിൽ അവൾക്ക് വേണ്ടി പണിത വീട് അവൾ കണ്ടു. ഫമദത് അലാ ഖൗലിഹാ വൻതുസിഅ റൂഹുഹാ, അങ്ങനെ അവൾ മരണപ്പെട്ടു. വഉൽഖിയത്തി സ്വഹ്റതു അലാ ജസദിൻ ലൈസ ഫീഹി റൂഹ്, ജീവനില്ലാത്ത ശരീരത്തിലാണ് പാറക്കല്ലിട്ടത്. പാറക്കല്ല് അവരിട്ടു, പക്ഷെ അപ്പോഴത്തേക്ക് അവൾ മരിച്ചു കഴിഞ്ഞിരുന്നു. അതിനു മുമ്പേ അവളുടെ റൂഹിനെ അല്ലാഹു തആല കൊണ്ടുപോയി. ആരാണ് ഫിർഔന്റെ ഭാര്യ? വഹാദിഹിൽ മർഅതു ഹിയ ആസിയത്തു ബിൻതു മുസാഹിം റളിയല്ലാഹു അൻഹ. അവരുടെ പേര് ആസിയാണ്, മുസാഹിമിന്റെ മകൾ ആസിയ. അത് ഇമാം ബുഖാരി തങ്ങളിൽ റിവായത്ത് ചെയ്ത ഹദീസിൽ തന്നെ വന്നതാണ് ആസിയ എന്ന പേര്. റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്നഹ്, പടച്ചവനെ നീ എനിക്ക് സ്വർഗത്തിലൊരു വീടുണ്ടാക്കണമെന്നല്ല ആസിയ ബീവി പറഞ്ഞത്. ആസിയ ബീവി പറഞ്ഞത് റബ്ബി ബിനി ലീ, പടച്ചവനെ നീ എനിക്കുണ്ടാക്കി തരണം, ഇൻദക നിന്റെ അടുക്കൽ, ബൈതൻ ഒരു വീട്, ഫിൽ ജന്ന സ്വർഗത്തിൽ. സ്വർഗത്തിലൊരു വീട് എന്നല്ല, നിന്റെ അടുക്കലൊരു വീട്. അതുകൊണ്ട് തന്നെ ഖാലൽ ഉലമാ, പണ്ഡിതന്മാർ ഇതേപ്പറ്റി പറഞ്ഞു, ഇഖ്താറത്തിൽ ജാറ ഖബ്ലദ്ദാർ, ഇഖ്താറത്തിൽ ജാറ ഖബ്ലദ്ദാരി, വീട്ടിന്റെ മുമ്പിൽ അയൽക്കാരനെയാണ് അവൾ തിരഞ്ഞെടുത്തത്. ഇഖ്താറത്ത് ആസിയ ബീവി തിരഞ്ഞെടുത്തു അൽ ജാർ, അയൽക്കാരനെ, ഖബ്ലദ്ദാരി വീടിന് മുമ്പ്. വീട് എന്നതല്ല ആദ്യം നോക്കിയത് അയൽക്കാരൻ ആരാണെന്ന്. അതാണ് ബുദ്ധിയുള്ള ഒരാൾ നോക്കുക. ഒരു വീട് വിൽക്കാണ്ട് വീടിന്ന് പോയി നോക്കണം, ഷാറ്, നല്ല ഷാറിലെ വീട്, അതല്ല ബുദ്ധിയുള്ളവൻ നോക്കുക ആരാണ് അടുത്ത് പാർക്കണമെന്നാണ്. വീട് വേണമെങ്കിൽ നമുക്ക് നന്നാക്കാൻ കഴിയും, പക്ഷെ അയൽക്കാരന് നമുക്ക് മാറ്റാൻ കഴിയില്ല. അയൽക്കാരൻ ആരാണ് എന്നതാണ് ബുദ്ധിയുള്ള ഒരാൾ ആദ്യമായി നോക്കുക. അവിടെയാണല്ലോ പാർക്കേണ്ടത്. അതുകൊണ്ട് ഉലമാ പറഞ്ഞു ഇഖ്താറത്തിൽ ജാറ ഖബ്ലദ്ദാർ, ജാറിനെയാണ് ആസിയ ബീവി തെരഞ്ഞെടുത്തത്. ഇൻദക, സ്വർഗത്തിൽ എവിടെയെങ്കിലും ഒരു വീടല്ല, പടച്ചോന് നിന്റെ അടുക്കൽ. നിന്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ നീ എപ്പോഴും എൻ്റെ കൂടെ വേണം, നിന്റെ മഅയ്യത്തുണ്ടാവണം, നിന്റെ പരിഗണന എനിക്കുണ്ടാവണം. അള്ളാഹുവിനൊരു പ്രത്യേക സ്ഥലമില്ല. അള്ളാഹുവിൻ്റെ പരിഗണനയും റഹ്മത്തും. സ്വർഗത്തിലൊരു വീട് ഇങ്ങോട്ട് തന്നിട്ട് പിന്നെ ജിന്നെ തിരിഞ്ഞു നോക്കാതിരിക്കരുത്. സ്വർഗത്തിലൊരു വീട് ആസ്വദിക്കാനുള്ളതാണ്. അതുകൊണ്ട് ആസ്വദിച്ചോളൂ എന്ന് പറഞ്ഞ് സ്വർഗത്തിലൊരു വീട് തന്നിട്ട് പിന്നെ എൻ്റെ പരിഗണന ഇല്ലാതിരുന്നാൽ എനിക്കതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ തിരഞ്ഞെടുക്കുന്നത് നിന്നെയാണ്. നിന്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ നിന്റെ റഹ്മത്ത് എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാവണം. അപ്പോൾ വീട് മാത്രം പോരാ, നിന്റെ റഹ്മത്ത് കൂടി വേണം. നിന്റെ സ്വർഗം മാത്രം പോരാ, നിന്റെ റഹ്മത്ത് കൂടി വേണം. അതാണ് മഹാന്മാരായ ആളുകളൊക്കെ എന്നും അള്ളാഹുവിനോട് പറയുന്നത്. അള്ളാഹുവിൻ്റെ റഹ്മത്താണ് പ്രധാനം, സ്വർഗം കിട്ടലല്ല. അള്ളാഹുവിൻ്റെ പരിഗണനയും അള്ളാഹുവിൻ്റെ റിളയും, അതാണ് മഹാന്മാരായ ആളുകൾ എപ്പോഴും പരിഗണിച്ചത്. വഖദ് വറദ ശൈഉൻ മിൻ ദാലിക ഫി ഹദീസിൻ മർഫൂഅ്, ഇങ്ങനെ ഇഖ്താറത്തിൽ ജാറ ഖബ്ലദ്ദാർ എന്ന ആശയം ഒരു മർഫൂഅ ഹദീസിലും വന്നിട്ടുണ്ട്. അബുൽ അലിയ പറഞ്ഞ ഒരു സംഭവം ഇബ്നു കസീർ ഉദ്ധരിക്കുന്നുണ്ട്. ഖാല കാന ഈമാനു ഇംറഅത്തി ഫിർഔന മിൻ ഖിബലി ഈമാനി ഇംറഅത്തി ഖാസിനി ഫിർഔൻ, ഫിർഔന്റെ കാവൽക്കാരന്റെ ഭാര്യയുടെ വഴിക്കാണ് ഫിർഔന്റെ ഭാര്യയ്ക്കും വിശ്വാസമുണ്ടായത്. ഫിർഔന്റെ വീട്ടിലെ പാറാവുകാരൻ, ആ പാറാവുകാരന്റെ പെണ്ണുങ്ങളാണ് ആദ്യം വിശ്വസിച്ചത്. അവൾ വഴിക്കാണ് ഫിർഔന്റെ ഭാര്യയിലേക്ക് വിശ്വാസം കടന്നു വന്നത്. വദാലിക അന്നഹാ ജലസത്ത് തംശിതു ഇബ്നത ഫിർഔൻ, അവൾ ഫിർഔന്റെ മകൾക്ക് അലങ്കാരം നൽകുന്നവളായിരുന്നു. മുടിയൊക്കെ ചീകിക്കൊടുത്ത് അവളുടെ ബ്യൂട്ടീഷ്യനായിരുന്നു. ഫിർഔന്റെ പാറാവുകാരന്റെ പെണ്ണുങ്ങൾ ഫിർഔന്റെ മകളുടെ ബ്യൂട്ടീഷ്യനായിരുന്നു. അവൾക്ക് ഇങ്ങനെ മുടി ചീകി കൊടുക്കുക, മുടി നന്നാക്കി കൊടുക്കുക, ഈ പണിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരിക്കൽ ഫവഖഅൽ മിഷ്തു മീ യദിഹ, വാർന്നു കൊടുക്കുമ്പോൾ ചീകി കൊടുക്കുമ്പോൾ കയ്യിൽ നിന്ന് ചീർപ്പ് വീണുപോയി. ഫഖാലത്ത് തഇസ മൻ കഫറ ബില്ലാ, അള്ളാഹിനെ കൊണ്ട് കാഫിറാണ് ഓരക്ക് നാശം എന്നവൾ പറഞ്ഞു. ആ വീട് മുഴുവൻ കുഫറിൻ്റേതാണല്ലോ.
ഫിർഔന്റെ വീടാണ്, കൊട്ടാരമാണ്, അവിടെയൊക്കെ കുഫർ. ഈ കുഫർ നാശം അവൾ പറഞ്ഞു പോയി ഓർക്കാതെ. ഫഖാലത്ത് ലഹാ ഇബ്നത്തു ഫിർഔൻ, ഫിർഔന്റെ മോള് ചോദിച്ചു, വലക്കി റബ്ബുൻ ഗൈറു അബി, എൻ്റെ വാപ്പല്ലാത്തൊരു റബ്ബ് എനിക്ക് ഉണ്ടോയെന്ന് ചോദിച്ചു. കാലത്ത് അപ്പോൾ അവൾ സത്യം പറഞ്ഞു, റബ്ബി വ റബ്ബു അബീക വ റബ്ബു കുല്ലി ഷൈഇൻ അല്ലാഹ്, എൻ്റെ വാപ്പാൻ്റെ ഒക്കെ റബ്ബ് അല്ലാഹ്. ഫലത്തമത്ത്ഹാ ബിന്തു ഫിർഔന വളറബത്ത്ഹാ, അപ്പോൾ ഫിർഔന്റെ മകൾ അവളെ പ്രഹരിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്തു. അഖ്ബറത് അബാഹ, എന്നിട്ട് വാപ്പാനോട് പോയി പറഞ്ഞു, നിങ്ങളിങ്ങനെ വലിയ ആളായി നടന്നിട്ടൊന്നും കാര്യമില്ല, കൊട്ടാരത്തിൻ്റെ ഉള്ളിലും നിങ്ങളെ വിശ്വസിക്കാത്തവരുണ്ട്. ഫഅർസല ഇലൈഹാ ഫിർഔൻ, അപ്പോൾ ഫിർഔൻ അവളിലേക്ക് ആളെ പറഞ്ഞയച്ചു. ഫഖാലത് അഅ്ബുദീന റബ്ബൻ ഗൈരി, ഞാനല്ലാത്ത ഒരു റബ്ബിനെ നീ ആരാധിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു. ഖാലത് നഅം, അവൾ പറഞ്ഞു, അതെ. റബ്ബി വ റബ്ബുക വ റബ്ബു കുല്ലി ഷൈഇൻ അല്ലാഹ്, എൻ്റെയും നിങ്ങളുടെയും എല്ലാ വസ്തുവിൻ്റെയും റബ്ബ് അല്ലാഹ്ണെന്ന് പറഞ്ഞു. വഇയ്യാഹു അഅ്ബുദ്, ആ റബ്ബിനെ മാത്രമാണ് ഞാൻ ഇബാദത്ത് ചെയ്യുന്നത്. ഫഅദ്ദബഹാ ഫിർഔൻ, അങ്ങനെ ഫിർഔൻ അവളെ ശിക്ഷിച്ചു. വഔതദ ലഹാ ഔതാദൻ, അവൾക്ക് വേണ്ടി കുറേ ആണികളൊക്കെ നാട്ടി വെച്ചിട്ട് ഫശദ്ദ റിജ്ലൈഹാ വയദൈഹാ, അവളുടെ 2 കാലും 2 കയ്യുമൊക്കെ അതിമ്മിലേക്ക് കൂട്ടിക്കെട്ടി. വഅർസല അലൈഹ, വലിയ നാട്ട പോലെ ആണി അടിച്ച് താഴ്ത്തുക, എന്നിട്ട് അതിമ്മിലേക്ക് കയ്യും കാലും ഒക്കെ, ആണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ ഇരുമ്പാണിയല്ല, വലിയ ഇത്, അതിമ്മിൽ കയ്യും കാലും പിടിച്ച് കെട്ടി. എന്നിട്ട് വഅർസല അലൈഹൽ ഹയ്യാത്ത്, സർപ്പങ്ങൾ അവളുടെ മേൽ പറഞ്ഞയച്ചു. വക്കാനത്ത് കദാലിക, അങ്ങനെ ഇട്ടു. ഫഅത അലൈഹാ യൗമൻ, അങ്ങനെ ഒരു ദിവസം ഫിർഔൻ അവളുടെ അടുക്കൽ ചെന്നിട്ട് ഫഖാല ലഹാ മാ അൻതി മുൻതഹിയത്തുൻ, എനിക്ക് മതിയാക്കാനായിട്ടില്ലേ എന്ന് ചോദിച്ചു. ഫഖാലത്ത് ലഹു, അപ്പോൾ അവൾ പറഞ്ഞു, റബ്ബി വ റബ്ബുക വ റബ്ബു കുല്ലി ഷൈഇൻ അല്ലാഹ്. ഫഖാല ലഹാ, അപ്പോൾ ഫിർഔൻ അവളോട് പറഞ്ഞു, ഇന്നി ദാഹിബുൻ ഇബ്നക ഫീ ഫീക ഇല്ലം തഫഅലി, ഞാൻ നിന്റെ മകനെ പിടിച്ച് നിന്റെ കൺമുമ്പിലിട്ട് നീ മടങ്ങിയിട്ടില്ലെങ്കിൽ അറുക്കുമെന്ന് പറഞ്ഞു. നിന്റെ വായിലേക്ക് അവൻ്റെ രക്തം വരുമാറ് ഞാൻ അവനെ അറുക്കുമെന്ന് പറഞ്ഞു. ഫഖാലത്ത് ലഹു, അപ്പോഴും അവൾ ഫിർഔനോട് പറഞ്ഞു, ഇഖ്ളി മാ അൻത ഖാദ്, എന്താണോ നിനക്ക് വിധിക്കാനുള്ളത് നീ വിധിച്ചോ പറഞ്ഞു. ഫദബഹ ഇബ്നഹാ ഫീ ഫീഹാ, അപ്പോൾ അവളുടെ കൺമുമ്പിൽ അവളുടെ വായിലേക്ക് രക്തമുറ്റുമാറ് മകനെ കൊണ്ടുവന്ന് അവളുടെ കൺമുമ്പിലിട്ട് അറുത്തു. വഇന്ന റൂഹ ഇബ്നഹാ ബശറഹ, അപ്പോൾ അവളുടെ മകൻ്റെ റൂഹ് അവളോട് സന്തോഷ വാർത്ത അറിയിച്ചു. ഫഖാല ലഹാ, ആ റൂഹ് അവളോട് പറഞ്ഞു, അബ്ശിരി യാ ഉമ്മ, നിങ്ങൾ സന്തോഷമായിരിക്കുക. ഫഇന്ന ലകി ഇൻദല്ലാഹി മിനസ് സവാബി കദാ വകദാ, അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് വലിയ വലിയ പ്രതിഫലമുണ്ടാകും ഉമ്മ എന്ന് ആ മകൻ ഉമ്മയെ സന്തോഷിപ്പിച്ചു അറുക്കുന്നതിനിടയിൽ. ഫസബറത്ത്, അപ്പോൾ ഉമ്മ ക്ഷമിച്ചു. സുമ്മ അതാ അലൈഹാ ഫിർഔന യൗമൻ ആഖർ, രണ്ടാമതൊരു ദിവസം ഫിർഔൻ അവളുടെ അടുക്കൽ വന്നിട്ട് ഫഖാല ലഹാ മിസ്ലു ദാലിക, മതിയാക്കാനായിട്ടില്ലേ എന്ന് ചോദിച്ചു. ഫഖാലത്ത് ലഹു, അപ്പോഴും അവൾ പറഞ്ഞു, മിസ്ലു ദാലിക, നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെയൊക്കെ റബ്ബ് അല്ലാഹ്യാണ്. ഫദഹബ ഇബ്നഹൽ ആഖർ, അപ്പോൾ രണ്ടാമത്തെ മകനെയും അവളുടെ കൺമുമ്പിലിട്ട് അറുത്തു. ഫബശറഹാ റൂഹുഹു അയ്ളൻ, ആ മകൻ്റെ റൂഹും അവൾ ഉമ്മയെ സന്തോഷ വാർത്ത അറിയിച്ചു. ഉസ്ബുരി യാ ഉമ്മ ഫഇന്ന ലകി ഇൻദല്ലാഹി മിനസ് സവാബി വകദാ വകദാ, ഇന്നാൽ ഇന്ന പ്രതിഫലം അള്ളാഹുവിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്, നിങ്ങൾ സന്തോഷമായിരുന്നോളൂ ഉമ്മ എന്ന് അറുക്കുന്നതിനിടയിൽ ആ കുട്ടിയും പറഞ്ഞു. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ വസമിഅത് ഇംറഅതു ഫിർഔന കലാമ റൂഹി ഇബ്നിഹിൽ അക്ബരി സുമ്മൽ അസ്ഗരി, ഇതൊക്കെ ഫിർഔന്റെ ഭാര്യ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫആമനത് ഇംറഅതു ഫിർഔൻ, അപ്പോൾ ഫിർഔന്റെ ഭാര്യയുടെ മനസ്സിൽ വിശ്വാസം വന്നു. ഇത്രയൊക്കെ പീഡിപ്പിച്ചിട്ടും കൺമുമ്പിൽ 2 മക്കളെ അറുത്തിട്ടും ഒരു പെണ്ണ് സ്ഥൈര്യമായി നിൽക്കുമ്പോൾ ആ വിശ്വാസം എന്തൊരു വിശ്വാസമാണ്! മുഅ്മിനീങ്ങളുടെ ഈമാനിൻ്റെ സ്ഥൈര്യമാണ് മറ്റു പലരെയും ഈമാനിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ചരിത്രത്തിൽ അന്നും ഇന്നും. ബുദ്ധിയുള്ളവനപ്പം ചിന്തിക്കുകയാണ്, എന്താണ് ഇവരുടെ ഈ വിശ്വാസത്തിൻ്റെ താല്പര്യം? ഇത്രമേൽ കഷ്ടപ്പെടുത്തിയിട്ടും പീഡിപ്പിച്ചിട്ടും ഇതിനൊക്കെ സഹിക്കാൻ മാത്രം എന്താണ് ഈ വിശ്വാസത്തിൻ്റെ മാധുര്യം? സെപ്റ്റംബർ 11 ആക്രമണത്തിന് ശേഷമാണ് അമേരിക്കയിൽ ഇസ്ലാം കൂടുതൽ വ്യാപരിച്ചത്. എന്താണ് ഈ സമൂഹത്തിന് ഇത്ര വലിയൊരു വാശി എന്നവർ പഠിക്കാൻ തയ്യാറായതപ്പോഴാണ്. എന്താണ് ഇവരെ നയിക്കുന്ന പ്രചോദനം? എന്തൊരു വിശ്വാസമാണിത്! ഏത് ഗോണ്ടനാമോ ജയിലുകളെയും ഇവരെ പിന്തിരിപ്പിക്കുന്നില്ല. എന്തും ഏറ്റെടുക്കാൻ അവർ തയ്യാറാവുന്നു. ശിക്ഷകളുടെ കാഠിന്യം മുസ്ലിം ഉമ്മത്തിന് ഒരിക്കലും പ്രതിസന്ധിയല്ല ഉണ്ടാക്കിയത്, എപ്പോഴും കൂടുതൽ വിജയങ്ങളെ നൽകിയിട്ടുള്ളൂ. ഓരോ കർബലയ്ക്ക് ശേഷവും ഇസ്ലാം കൂടുതൽ ഊർജ്ജസ്വലമായിട്ടേയുള്ളൂ എന്ന് അല്ലാമ ഇഖ്ബാൽ പറഞ്ഞതുപോലെ, കർബലകൾ കൊണ്ട് ഇസ്ലാം അവസാനിക്കുകയല്ല, ഇസ്ലാം പുനരുജ്ജീവനം നേടുകയാണ്. ഇതൊക്കെ കണ്ടു നിന്ന ഫിർഔന്റെ ഭാര്യ, അവൾ വല്ലാതെ അത്ഭുതപ്പെട്ടു നോക്കി, ഇത്രമേലൊരു പെണ്ണിന് പോലും ശക്തി പകരുന്ന ഈ ദീൻ എന്താ? അപ്പോൾ അവളുടെയും മനസ്സിൽ വിശ്വാസം കടന്നു വന്നു. അങ്ങനെ വഖബദല്ലാഹു റൂഹ ഇംറഅത്തി ഖാസിന ഫിർഔൻ,
ഫിർഔന്റെ പാറാവുകാരന്റെ പെണ്ണുങ്ങളുടെ റൂഹ് അല്ലാഹു തആല പിടിച്ചു. അവൾ മരിച്ചു ഈ പീഡനങ്ങൾക്കിടയിൽ. വകുശിഫൽ ഗിത്താഉ അൻ തൗബിഹാ വമൻസിലതിഹാ വകറാമതിഹാ ഫിൽ ജന്നതി ലിംറഅതി ഫിർഔൻ. അവളുടെ സ്ഥാനവും അവളുടെ മഹത്വവും അവൾക്ക് സ്വർഗത്തിലുള്ള സ്ഥാനവുമൊക്കെ ഫിർഔന്റെ ഭാര്യയ്ക്ക് കാണായി. അവൾ കണ്ടു. ഹൈന ഹത്താ റഅത് ഫസ്ദാദത് ഈമാനം വയഖീനം വതസ്ദീഖ. അപ്പോൾ അവൾക്ക് കൂടുതൽ വിശ്വാസത്തിൽ ദാർഢ്യത വന്നു. ഫത്തറ ഫിർഔനു അലാ ഈമാനിഹ. അങ്ങനെ ഫിർഔന് തൻ്റെ ഭാര്യയുടെ വിശ്വാസം അറിഞ്ഞു. ഫഖാല ലിൽ മലഇ മാ തഅലമൂന മിൻ ആസിയത ബിൻതി മുസാഹിം. അപ്പോൾ തൻ്റെ കൊട്ടാര നായകന്മാരോട് ഫിർഔൻ ചോദിച്ചു, ആസിയെപ്പറ്റി നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചു. ഫാസ്നഉ അലൈഹ. അവർ പറഞ്ഞു നല്ല രാജ്ഞിയാണ്, നല്ല പെണ്ണാണ്. ഫഖാല ലഹും. അപ്പോൾ ഫിർഔൻ അവരോട് ചോദിച്ചു, ഇന്നഹാ തഅബുദു ഗൈരി. അവളിപ്പോൾ അവളുടെ ആരാധനയൊക്കെ മാറ്റിയിട്ടുണ്ട്, അവളിപ്പോൾ എന്നെ അല്ല ആരാധിക്കുന്നത് എന്ന് പറഞ്ഞു. ഫഖാലു ലഹു. അപ്പോൾ അവർ പറഞ്ഞു ഉഖ്തുൽഹ, എന്നാ അവളെ കൊല്ലണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് രാജാവിന് എന്താണോ ഇഷ്ടമെന്ന് നോക്കിയിട്ടാണ് രാജസദസ്സിലെ വിദ്വാൻമാരെപ്പോഴും മറുപടി പറയുക. ചോദ്യത്തിൻ്റെ ടോണിനനുസരിച്ചാണ് മറുപടി ഉണ്ടാകുക. ആസിയെ പറ്റി എന്താ അഭിപ്രായം എന്ന് വെച്ചപ്പോൾ എല്ലാവരും ഉഷാറാറുണ്ട്. പക്ഷെ ആസിയപ്പ് എന്നല്ല ആരാധിക്കണേ, എന്നാ കൊല്ലണം. രാജാവിന് ആസിയോട് മടുത്തിരിക്കുന്നു എന്നവർ മനസ്സിലാക്കി. മാത്രമല്ല വിശ്വാസത്തിൻ്റെ കാര്യം എങ്ങനെയാണ്? വിശ്വാസത്തിൽ സ്വാഭാവികമായും ഒരു സംവാദത്തിനാണ് ഇസ്ലാം എപ്പോഴും ലോകത്തെ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾക്ക് ദൃഢതയുണ്ടെങ്കിൽ നമുക്കതേപ്പറ്റി സംവദിക്കാം, നമുക്കതേപ്പറ്റി അന്വേഷിക്കാം. ഞങ്ങളോ നിങ്ങളോ ആരെങ്കിലും ഒരു കൂട്ടര് സന്മാർഗത്തിലും മറ്റേ കൂട്ടര് ദുർമാർഗത്തിലും ആയിരിക്കണമല്ലോ. അതല്ലേ സ്വാഭാവികമായ അതിൻ്റെ വിധി. ഖുർആൻ ചോദിക്കുന്നുണ്ട്, ഹക്ക് അല്ലെങ്കിൽ പിന്നെ ളലാൽ. ഇത് രണ്ടും അല്ലാതെ എങ്ങനെ കാര്യങ്ങൾ ഉണ്ടാവുക? എല്ലാം ശരി എന്ന് പറയുന്നതൊക്കെ ഒരുതരം ഒഴിഞ്ഞു മാറ്റാണ്. ഒരു ശരി, ശരിയല്ലാത്തത് തെറ്റ്, ശരി അല്ലെങ്കിൽ തെറ്റ്. അതുകൊണ്ട് ഞങ്ങൾ ശരിയെന്ന് ഞങ്ങൾ പറയണില്ല, നിങ്ങൾ വന്നോളി. ഒരു കൂട്ടര് ശരിയും ഒരു കൂട്ടര് തെറ്റുമാട്ടെ. എന്നിട്ട് ഏതാ ശരി ഏതാ തെറ്റ് നമുക്ക് അന്വേഷിക്കാം. അതല്ലേ ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത്. അതൊന്നും ഒരിക്കലും സത്യനിഷേധികൾ ഒരിക്കലും വഴിക്ക് വന്നിട്ടില്ല. അവരൊരിക്കലും അത്തരം ഒരു സംവാദത്തിന് തയ്യാറല്ല. അവരെപ്പോഴും ചെയ്യലെന്താ? അബ്ദുല്ലാഹിബ്നു സലാം മദീനയിൽ നിന്ന് തൻ്റെ ജനങ്ങളുടെ വിശ്വാസത്തിന് ശേഷം തൻ്റെ ജനങ്ങളെ ഒന്നായിട്ട് വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചില്ലേ, നിങ്ങൾക്ക് എന്താ എന്നെ പറ്റി അഭിപ്രായം? നല്ല മനുഷ്യനാ. അവർ വിചാരിച്ചു അന്നും യഹൂദികളുടെ നേതാവാണ്, വിശ്വസിച്ചു എന്ന് അവരറിഞ്ഞില്ല. അവർ പറഞ്ഞു നല്ല മനുഷ്യൻ, പാരമ്പര്യമായിട്ടും നല്ല മനുഷ്യൻ, എല്ലാ അർത്ഥത്തിലും ഞങ്ങളുടെ നേതാവ്. അപ്പം അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഇതാ ഞാൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു, ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കുന്നു അവരാദ്യം പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളും വിശ്വസിക്കണം. അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ഏറ്റവും അഷറൂന വബിനു അഷരീന, ഞങ്ങളുടെ ഏറ്റവും മോശങ്ങളാണ്, ഏറ്റവും മോശമായ ആളുടെ മകനുമാണ്, പാരമ്പര്യം മോശമാണ്. തൊട്ട് മുമ്പ് പറഞ്ഞതൊക്കെയും മറന്നുപോകും. തങ്ങൾക്ക് അനുകൂലമായി പറയുമ്പോൾ മാത്രം ആള് നന്നാവും, അല്ലെങ്കിൽ ആള് മോശമാവും. ഇതാണ് എക്കാലത്തെയും കുഫറിൻ്റെ ലക്ഷണം. അവർക്ക് അനുകൂലമായി നിന്നു കൊടുക്കുന്ന ആൾക്കാരൊക്കെ നല്ലവരായിരിക്കും. ഇസ്ലാം അതൊന്നുമല്ല പറഞ്ഞത് സത്യം എവിടെ അസത്യം എവിടെ. അത് വേർതിരിച്ച് നമുക്ക് ആലോചിക്കാം, ചർച്ച ചെയ്യാം, കടന്നു വരൂ എന്നതിന് ആ രീതിയിലൊരു മറുപടിയായിരുന്നു അവർ പറയേണ്ടത്. നിങ്ങളുടെ ഭാര്യ നിങ്ങളല്ലാത്ത ഒരാളെ ആരാധിക്കുന്നുവെങ്കിൽ ആരാധിക്കപ്പെടേണ്ടത് ആരാണ് എന്ന് നമുക്ക് കൊട്ടാരത്തിലൊരു സംവാദം ഉണ്ടാക്കാമെന്ന് ഫിർഔന്റെ കൊട്ടാര നായകന്മാർക്ക് പറയാമായിരുന്നു. അങ്ങനെയല്ല അവർ പറഞ്ഞത്. കൊല്ലുക, ഇബ്രാഹിം അലൈഹി സ്വലാമിനെ തീയിലിടുക എന്ന് പറഞ്ഞ മാതിരി. സംവാദത്തിന് അവർ തയ്യാറല്ല. അപ്പൊ ഫിർഔന് വേഗം ആണിയടിച്ചു. മൂപ്പരുടെ പണി പിന്നെ അതാണല്ലോ. ആണിൻ്റെ ആളാ. ഓരോരുത്തർക്ക് ശിക്ഷയ്ക്ക് ഓരോ മുറ ഉണ്ടാവും. അവരാ വഴിക്ക് നേരെ പോവുള്ളൂ. ഫിർഔന്റെ പണി അതാണ്, ആണിയടിക്കുക. മൂപ്പര് ഉടനെ ആണിയടിച്ചു. എന്നിട്ട് ഫശദ്ദയദൈഹ വരിജ്ലൈഹ, കയ്യും കാലും ഒക്കെ കെട്ടിയിട്ട് ഫദഅത് ആസിയതു റബ്ബഹാ, അങ്ങനെ തൻ്റെ അന്ത്യം ഇങ്ങനെയൊക്കെയാണ് ആവുന്നത് എന്ന് ഇന്നലെയോളം കൊട്ടാരത്തിലെ സകല സൗഭാഗ്യങ്ങളും ആസ്വദിച്ച രാജ്ഞി, അവൾക്ക് മനസ്സിലായി, എന്നെയും ഇതുപോലെ തന്നെ നേരത്തെ ഇവിടുത്തെ പാറാവുകാരൻ്റെ ഭാര്യയെ ചെയ്തതുപോലെ ആണിയുടെ മേലിൽ കയ്യും കാലും കൂട്ടിക്കെട്ടിയിട്ട് എന്നെ ശിക്ഷിക്കാനാണ് പുറപ്പാടെന്ന് കണ്ടപ്പോൾ ആസിയ ബീവി തൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, ഫഖാലത്ത് റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, പടച്ചവനെ നിന്റെ അടുക്കൽ സ്വർഗത്തിൽ നീ എനിക്കൊരു ഭവനം പണിയണം.
ഇവിടെ കൊട്ടാരത്തിൽ കഴിഞ്ഞവള അവിടെ പോയാട്ട് എങ്ങനെങ്കിലും ഒന്നും നിൽക്കാൻ പറ്റൂലല്ലോ, ആൾക്കാർക്ക് അവരുടെ സ്ഥാനമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പടച്ചവനെ, എനിക്ക് നീ അവിടെ ഒരു കൊട്ടാരം നിന്റെ സ്വർഗത്തിൽ പണിയണം, ദുനിയാവിലെ കൊട്ടാരം ഞാൻ ഉപേക്ഷിക്കുന്നു. അങ്ങനെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഫിർഔൻ കടന്നു വന്നത്. അത് പറയേണ്ട താമസം സ്വർഗത്തിൽ തനിക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട കൊട്ടാരം ഫിർഔന്റെ ഭാര്യയായ ആസിയ ബീവി കണ്ടപ്പോൾ അവൾ ചിരിച്ചു. അള്ളാഹ്ക്ക് സ്വർഗത്തിൽ കൊട്ടാരം പണിയാൻ വർഷങ്ങളുടെ ആവശ്യമില്ല. അത് പറയുമ്പോഴത്തേക്കുണ്ടായി. അത് ആസിയ ബീവിക്ക് അല്ലാഹു തആല കിടക്കുന്ന കിടപ്പിൽ നിന്ന് കാണിച്ചു കൊടുത്തു. അപ്പൊ അത് കണ്ടവർ ചിരിച്ചപ്പോ ഫിർഔൻ പറഞ്ഞു, അലാ തഅജബൂന മിൻ ജുനൂനിഹ, ഇവളെ പിരാന്ത് കണ്ടിട്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ എന്ന് ചോദിച്ചു. ഇന്നാ നുഅദ്ദിബുഹാ വഹിയ തളഹക്, നമ്മൾ അവളെ ശിക്ഷിക്കുമ്പോൾ ഇങ്ങനെ ചിരിക്കുകയാണ്, എന്തൊരു പിരാന്തത്തിൽ. ഫഖബദല്ലാഹു റൂഹഹാ റളിയല്ലാഹു അൻഹാ, അങ്ങനെ ആ ശിക്ഷകൾക്കിടയിൽ അല്ലാഹു തആല അവരുടെ റൂഹിനെ പിടിച്ചു. അതാണ് ആസിയ ബീവിയുടെ ചരിത്രം. പിന്നെ മറിയം ഇബ്നത്ത് ഇമ്രാൻ അല്ലത്തി അഹ്സനത് ഫർജഹാ ഫനഫഖ്നാ ഫീഹി മിർ റൂഹിനാ. രണ്ടാമത് അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഉദാഹരിച്ചത് മറിയം ഇബ്നത്ത് ഇമ്രാനാണ്, ഇമ്രാനിന്റെ മകള് മറിയം. അവളുടെ കാര്യമോ അല്ലത്തി അഹ്സനത് ഫർജഹാ, അവളുടെ ഫർജിനെ അവൾ സംരക്ഷിച്ചു. ഫനഫഖ്നാ ഫീഹി മിർ റൂഹിനാ, അതിൽ നമ്മുടെ റൂഹ് നാം ഊതി എന്ന് പറഞ്ഞു. എങ്ങനെയാണ് അല്ലാഹു തആല അതിൽ റൂഹ് ഊതിയത്? ഇബ്നു കസീർ തങ്ങൾ പറയുന്നു, ഐ ബിവാസിതത്തിൽ മലക്കി വഹുവ ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെയാണ് അല്ലാഹു തആല റൂഹ് ഊതിയത്. അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചു. മറിയം ബീവി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി, അങ്ങനെ സ്വന്തമായൊരു സ്ഥലം തിരഞ്ഞെടുത്തു. ആ സ്ഥലത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു മനുഷ്യന്റെ രൂപത്തിലാണ് വന്നത്. ഫതമസ്സല ലഹാ ബശറൻ സവിയ്യാ ഖാലത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ്യാ. അങ്ങനെ ഒരു മനുഷ്യരൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം മുന്നിൽ വന്ന് നിന്നപ്പോൾ മറിയം ബീവി പറഞ്ഞു, ഇന്നി അഊദു ബിർറഹ്മാനി മിൻക, റഹ്മാനായ അള്ളാഹുവിനെ കൊണ്ട് നിങ്ങളിൽ നിന്ന് ഞാൻ കാവല് ചോദിക്കുന്നു. ഇൻ കുൻത തഖിയ്യാ, നിങ്ങളെ കണ്ട ഒരു മുത്തഖിയ മനുഷ്യനാൻ തോന്നുന്നുണ്ട്, നിങ്ങൾ എന്നോട് അടുത്ത് വരരുത്. ഞാനിവിടെ വിജനമായൊരു സ്ഥലത്ത് സ്വന്തമായൊരു കുടിലുണ്ടാക്കിയിട്ട് ഇവിടെ നിൽക്കുകയാണ്, ഇവിടേക്ക് നിങ്ങൾ ഒരു പെണ്ണായ എൻ്റെ അടുത്തേക്ക് നിങ്ങൾ വരരുത് എന്ന് പറഞ്ഞു. അപ്പോ ഖാലത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ്യ ഖാല ഇന്നമാ അന റസൂലു റബ്ബിക ലിഅഹബ ലകി ഗുലാമൻ സക്കിയ്യ. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നീ പേടിക്കുന്ന മാതിരി നിന്നെ ഉപദ്രവിക്കാൻ വന്ന ഒരു മനുഷ്യനല്ല ഞാൻ, നിന്റെ റബ്ബ് പറഞ്ഞയച്ച ഒരു ദൂതനാണ്, അള്ളാഹു പറഞ്ഞയച്ച മലക്കാണ്. ലിഅഹബ ലകി ഗുലാമൻ സക്കിയ്യ, വിശുദ്ധനായ ഒരു കുട്ടിയെ നിനക്ക് നൽകാൻ വേണ്ടിയിട്ട് അള്ളാഹു തആല പറഞ്ഞയച്ച ദൂതനാണ് ഞാൻ. ഖാലത് അന്നാ യകൂനു ലി ഗുലാമുൻ വലം യംസസ്നി ബശർ. അവൾ പറഞ്ഞു, എങ്ങനെ എനിക്ക് കുട്ടി ഉണ്ടാകുക? ഒരു മനുഷ്യനും എന്നെ തൊട്ടിട്ടേ ഇല്ലല്ലോ, ഒരാൺ മനുഷ്യനും എന്നെ തൊട്ടിട്ടേ ഇല്ല, പിന്നെ എങ്ങനെ എനിക്ക് കുട്ടി ഉണ്ടാവും? قال كذلك قال ربك هو علي هين ولنجعله آية للناس ورحمة منا وكان أمرا مقضيا. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അതൊക്കെ അള്ളാഹിന്റെ തീരുമാനമാണ്. അള്ളാഹു അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞു, നിനക്കൊരു കുട്ടിയെ തരണം എന്ന്. ഒരു മനുഷ്യനും തൊട്ടിട്ടില്ലാത്ത, ഒരു പുരുഷന്റെ സംസർഗവും ഉണ്ടായിട്ടില്ലാത്ത മറിയം, നിനക്കൊരു കുട്ടിയെ തരണമെന്ന് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, വലിനജഅലഹു ആയത്തൻ ലിന്നാസ്, ജനങ്ങൾക്ക് അതൊരു ദൃഷ്ടാന്തമാക്കാനും വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ഇങ്ങനെ നിനക്കൊരു കുട്ടിയെ തരാൻ പോകുന്നത്. വകാന അംറൻ മഖദിയ, ഇനി വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല, അത് തീരുമാനിക്കപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിന്റെ ഖളാഇൽ അങ്ങനെയുണ്ട്, അത് തീരുമാനിക്കപ്പെട്ട കാര്യം. ഇനിയിപ്പോ തോനേമിൽ വർത്താനം നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വകാന അംറൻ മഖദിയ ഫഹമലത്ഹു, പിന്നെന്താ, ഉടനെ തന്നെ മറിയം അലൈഹിസ്സലാം ആ കുട്ടിയെ ഗർഭം ധരിച്ചു. അവിടെയാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഊതിയ കഥ സൂറത്തു താഹയിലാണ് നമ്മൾ ഈ പറഞ്ഞ ആയത്തുകൾ. അവിടെ ഊതിയ കഥയല്ല പറയുന്നത്, അവിടെ ഉടനെ ഫഹമലത്ഹു എന്നാണ്. എങ്ങനെയാണ് ഗർഭമുണ്ടായത് അതിവിടെ പറയുന്നുണ്ട്, വേറെയും പല സ്ഥലത്ത് ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. ഫനഫഖ്നാ ഫീഹി മിർ റൂഹിനാ, മറിയം ബീവി റളിയല്ലാഹു അൻഹായിൽ അല്ലാഹു തആല മിർ റൂഹിന, നമ്മുടെ ജീവചൈതന്യത്തിൽ നിന്ന് ഊതി. അത് ഈ മലക്കായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മാധ്യസ്ഥത്തിലൂടെ, അഥവാ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചിട്ടാണ്. ഫഇന്നല്ലാഹ ബഅസഹു ഇലൈഹാ ഫതമസ്സല ലഹാ ഫീ സൂറത്തി ബശരിൻ സവിയ്യിൻ, ഒരു നല്ല മനുഷ്യന്റെ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം മറിയം ബീവിയുടെ മുമ്പിൽ വന്നു നിന്നു.
വഅമറഹു അല്ലാഹു തആല അൻ യൻഫുഖ ബിഫീഹി ഫീ ജൈബി ദിർഇഹ. എവിടെയാണ് ഊതിയത്? അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് കൽപ്പിച്ചു, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വായ കൊണ്ട് മറിയം ബീവി ധരിച്ചിരുന്ന അങ്കിയുടെ ജൈബ്, മാറിൽ ഒരു തുളയുണ്ടായിരുന്നു, ഒരു തുറസ്സുണ്ടായിരുന്നു. ആ തുറസ്സിൽ ഊതാനാണ്. ആ ഊത്ത് ഫനസലത്തിൻ നഫ്ഖത്തു, ആ ഊത്ത് നേരെ താഴേക്ക് പോയിട്ട് ഫവലജത്ത് ഫി ഫർജിഹ, അവരുടെ ഗുഹ്യസ്ഥാനത്താണ് ആ ഊത്ത് പ്രവേശിച്ചത്. ജിബ്രീൽ അലൈഹിസ്സലാം ഊതിയത് മറിയം ബീവിയുടെ കുപ്പായത്തിന്റെ വിടവിലാണ്, കഴുത്തിനോട് ചേർന്ന കുപ്പായത്തിന്റെ വിടവിലാണ് ഊതിയത്. ഫക്കാന മിൻഹുൽ ഹംലു ബി ഈസാ അലൈഹിസ്സലാം. അങ്ങനെയാണ് മറിയം ബീവി ഈസാ അലൈഹിസ്സലാമിനെ ഗർഭം ധരിച്ചത്. അതുകൊണ്ട് ഒരർത്ഥത്തിൽ എന്ത് പറയാം? ഗുഹ്യസ്ഥാനത്ത് ഊതി. പക്ഷേ ഗുഹ്യസ്ഥാനത്ത് ഊതി എന്ന് പറഞ്ഞാൽ നേരെ പോയി ഗുഹ്യസ്ഥാനത്ത് ഊതി എന്നല്ല, മാറിൽ ഊതിയത് എത്തിയത് ഗുഹ്യസ്ഥാനത്താണെന്ന് മാത്രം. അതുകൊണ്ട് ഫനഫഖ്ന ഫീഹി എന്ന് പറഞ്ഞ ദമീർ എവിടേക്കാണ്? ഫനഫഖ്ന ഫീഹി എന്ന് പറയുന്ന ദമീർ വമറിയം ഇബ്നത ഇമ്രാൻ അല്ലതി അഹ്സനത് ഫർജഹ, തന്റെ ഗുഹ്യസ്ഥാനം സംരക്ഷിച്ച മറിയം ബീവി. ഫനഫഖ്ന ഫീഹി, അപ്പോൾ ആ ഗുഹ്യസ്ഥാനത്ത് ഊതി എന്നാണ് ആ വാക്കിന്റെ നേരെ ദമീർ മടങ്ങുന്ന അർത്ഥം. അപ്പൊ അങ്ങനെ ഊതി എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാം നേരെ ഗുഹ്യസ്ഥാനത്ത് ഊതി എന്നല്ല, ജിബ്രീൽ അലൈഹിസ്സലാം ഊതിയത് അവരുടെ മാറിലുള്ള വിടവിലാണ്. ആ വിടവിൽ നിന്ന് അത് ഗുഹ്യസ്ഥാനത്ത് എത്തിയപ്പോൾ അങ്ങനെ പറയാം. അതേ സമയത്ത് മറ്റു പല മുഫസ്സിരീങ്ങളും ഫർജ് എന്ന് പറഞ്ഞതിനർത്ഥം വിടവ് എന്ന് മാത്രമേ ഉള്ളൂ. ഗുഹ്യസ്ഥാനവും ഒരു വിടവായതുകൊണ്ട് അതിനെപ്പറ്റിയും അങ്ങനെ പറയും. അതേ സമയത്ത് അല്ലാത്ത വിടവിനെ പറ്റിയും ഫർജ് എന്ന് പറയാം. സൂറത്തുൽ മുൽക്കിൽ നമ്മൾ പറഞ്ഞില്ലേ, വമാലഹാ മിൻ ഫുറൂജ്, ആകാശത്തിന് ഒരു ഫർജുമില്ല എന്ന് പറഞ്ഞാൽ ആകാശത്തിനൊരു വിടവും ഇല്ല. അപ്പൊ ഏതായാലും ഫുറൂജ് എന്നത്, വിടവ് എന്നത് എല്ലാ വിടവിനും പറയാം, അത്രയും അർത്ഥമുള്ളൂ. അതുകൊണ്ട് ഫനഫഖ്ന ഫീഹി മിർ റൂഹിന എന്ന് പറഞ്ഞാൽ മാറത്തെ വിടവിലൂതി തന്നെയാണ്. അതല്ല ജിബ്രീൽ അലൈഹിസ്സലാം ഗുഹ്യസ്ഥാനത്ത് ഊതി എന്ന് പറയുന്നതിലൊരു മോശം ഉണ്ടല്ലോ, സംഭവത്തില്ലാണു. ഇനി മോശം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല യഥാർത്ഥമല്ല, അത് ഹദീസിലൊക്കെ വ്യക്തമായി വന്നിട്ടുണ്ട് എവിടെയാണ് ഊതിയത്. അതുകൊണ്ട് തന്നെ മാറത്തെ വിടവാണ് അവിടെ ഉദ്ദേശിച്ചത് എന്ന് മറ്റു തഫ്സീറുകളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വേണമെന്നില്ല. ഇബ്നു കസീർ തങ്ങൾ പറയുന്നത് എന്താണ്? ഇവിടെ സംരക്ഷിച്ചു എന്ന് പറയുന്നത് മാറത്തെ വിടവല്ലല്ലോ, അത് ഗുഹ്യസ്ഥാനം തന്നെയാണല്ലോ. അതുകൊണ്ട് അതിനോട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഗുഹ്യസ്ഥാനത്ത് ഊതി എന്ന് പറഞ്ഞാൽ നേരെ ഊതിയത് മാറത്തെ വിടവിലാണ്, ആ ഊത്ത് ഗുഹ്യസ്ഥാനത്തേക്കാണ് പ്രവേശിച്ചത്, അങ്ങനെയാണ് ഗർഭം ധരിച്ചത്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല, അപ്പോൾ ഏതായാലും അങ്ങനെ മറിയം ബീവി റളിയല്ലാഹു അൻഹ ഫഹമലത്തുഹു ഫന്തബദത് ബിഹി മകാനൻ ഖസിയ ഫഅജാഅഹ المخاض إلى جذع النخلة قالت يا ليتني مت قبل هذا وكنت نسيا منسيا. അങ്ങനെ അപ്പം തന്നെ ഗർഭം ധരിച്ചു, അപ്പം തന്നെ പ്രസവ വേദന ഉണ്ടായി, അപ്പം തന്നെ പ്രസവിച്ചു. അതൊന്നും കൂടുതൽ കാലങ്ങളോ സാധാരണ ഒരു സ്ത്രീ ഗർഭം ധരിച്ച് പ്രസവിക്കാൻ എടുത്ത സമയമൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ അവർ അങ്ങേയറ്റം പ്രയാസപ്പെട്ടു. ജനങ്ങളെ സമീപിച്ചപ്പോൾ അവർ സ്വാഭാവികമായിട്ടും പറഞ്ഞു, എന്താ മറിയമേ ഈ കാട്ടിക്കൂട്ടിയത്? മാ കാനത് അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ, അന്റെ വാപ്പിയും ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. മാ കാനത് അബൂകി ഇംറഅ സൗഇൻ, നിന്റെ വാപ്പി നിന്റെ അമ്മയൊന്നും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ മറിയമേ, ഇജ്ജെന്തേ കാട്ടിക്കൂട്ടിയത്? ഒരു പെണ്ണിന് വരുന്ന ഏതൊരു അപരാധവും വാപ്പയിലേക്കും ഉമ്മയിലേക്കുമാണ് വേഗം ആൾക്കാർ ചേർത്ത് പറയാം. മാക്കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ, നിന്റെ പിതാവ് ഒരു ദോഷം, ഒരു പേര് പറയിച്ച ആളല്ല, അന്നമ്മ ഒരു വേശ്യയായിരുന്നില്ല, എന്തേ മറിയമേ ഇജ്ജിങ്ങനാക്കാൻ, ജിപ്പ് എന്തേ കാട്ടിക്കൂട്ടിയത്? ആൾക്കാരങ്ങനല്ലേ പറയുള്ളൂ. അവർക്കറിയുമോ ജിബ്രീൽ അലൈഹിസ്സലാമാണ് വന്നത്, ഒരു പുരുഷനെയും കണ്ടിട്ടില്ലെന്നും സ്പർശിച്ചിട്ടേ ഇല്ലാത്ത മറിയം ബീവിയുടെ വിശുദ്ധിയൊന്നും അവർക്കറിയില്ല. അപ്പൊ അവര് പറഞ്ഞു, പടച്ചോനെ ഞാൻ എന്താ കാട്ടുക, യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയ, ഞാൻ നേരത്തെ തന്നെ ഇതൊക്കെ സഹിക്കുന്നതിന് മുമ്പേ മരിച്ചു പോയി കിട്ടിയാൽ മതിയായിരുന്നു. വിശുദ്ധയായ ഒരു പെണ്ണിനെ സമൂഹം അവിശുദ്ധ എന്ന് പറഞ്ഞ് ആട്ടിയോടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം അത് ചെറുതൊന്നുമല്ല. അതുകൊണ്ട് അവർ അങ്ങേയറ്റം വിഷമിച്ചുകൊണ്ട് പടച്ചവനോട് പറഞ്ഞു, പടച്ചവനെ ഞാൻ നേരത്തെ തന്നെ എനിക്ക് എന്നെ മരിപ്പിച്ചുകൂടായിരുന്നു. അപ്പോഴാണ് അല്ലാഹു തആല ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്, മറിയമേ നീ ബേജാറാവണ്ട, അല്ലാ തഹ്സനി ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയ വഹുസ്സി ഇലൈകി ബിജദ്ഇൻ നഖ്ലതി തുസാഖിതു അലൈകി റുതബൻ ജനിയ ഫകുലി വശ്റബി വഖർരി ഐന
فإما ترين من البشر أحدا فقولي إني نذرت للرحمن صوما. ആൾക്കാരോടൊന്നും മറുപടി പറയാൻ പോകണ്ട. കഥകൾ ചുരുക്കി അവസാനം മാത്രമാണ് പറഞ്ഞത്. ആൾക്കാർ പലതും പറയും, നീ ഒന്നും മറുപടി പറയണ്ട, നീ മനസ്സിൽ വിചാരിക്കേണ്ടത് ഞാൻ മൗനവ്രതത്തിലാണ്, ഞാൻ അള്ളാഹുവിന് വേണ്ടി മൗനവ്രതം, ആരോടും മിണ്ടാതിരിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുക. ഇന്നി നദർതു ലിർറഹ്മാനി, അള്ളാഹുവിന് ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട്, അല്ലാ ഉകല്ലിമൽ യൗമ ഇൻസിയ, ഒരു മനുഷ്യനോട് സംസാരിക്കൂല. അങ്ങനെ കുട്ടിനെയും പിടിച്ച ആളുകളുടെ അടുക്കലേക്ക് വന്നപ്പോൾ ആൾക്കാർ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഫഅശാറത് ഇലൈഹി, കുട്ടിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത്, മുണ്ടാൻ പാടില്ലല്ലോ, മൗനവ്രതത്തിലല്ലേ. കുട്ടിയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത്, തൊട്ടിൽ കിടക്കുന്ന കുട്ടിയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ ഫഖാല ഫഅശാറത് ഇലൈഹി ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ വജഅലനി മുബാറകൻ ഐനമാ കുൻത് وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا والسلام علي يوم ولدت ويوم أموت ويوم أبعث حيا ذلك عيسى بن مريم قول الحق الذي فيه يمترون. കുട്ടിയോട് പറയാൻ തുടങ്ങി. തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി പറഞ്ഞു, ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്. ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ, എനിക്ക് ഇൻജീൽ തരാൻ പോകുന്നു, എന്നെ പടച്ചവൻ പ്രവാചകനാക്കുന്നു, അങ്ങനെയുള്ള ഒരു അടിമയാണ് ഞാൻ. കുട്ടി സംസാരിക്കാൻ തുടങ്ങി തൊട്ടിലിൽ നിന്ന്. അപ്പോൾ ആൾക്കാർക്കൊക്കെ തിരിയുന്നവർക്ക് തിരിഞ്ഞു, ഇത് അങ്ങനെയുള്ളൊരു കുട്ടിയല്ല, ഇത് അത്ഭുതത്തിലൂടെ ഉണ്ടായ കുട്ടി തന്നെയാണ്, ഇത് പുരുഷ സംസർഗത്തിലൂടെ ഉണ്ടായ കുട്ടിയല്ല. അങ്ങനെ ഒരു മഹത്തായ സ്ഥാനം മറിയം ബീവി റളിയല്ലാഹു അൻഹാക്ക് അല്ലാഹു തആല നൽകാൻ കാര്യം എന്താ? നേരത്തെ അവർ അങ്ങേയറ്റം വിശുദ്ധയായി ജീവിച്ചു. അല്ലത്തി അഹ്സനത് ഫർജഹ, അതുകൊണ്ട് തന്നെ ഏറ്റവും വിശുദ്ധയായ സ്ത്രീകളിൽ ഒരാളാണ് മറിയം. ഇന്നല്ലാഹ അസ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ യാ മറിയം ഖുനൂതി ലിറബ്ബിക്. അല്ലാഹു തആല സൂറത്ത് ആല ഇംറാനിൽ പറഞ്ഞു, മറിയമേ, അല്ലാഹു തആല നിന്നെ വിശുദ്ധയാക്കിയിരിക്കുന്നു, വിശുദ്ധയായ സ്ത്രീയാണ്. അതുകൊണ്ട് ഖത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ അർദി അർബഅത ഖുതൂബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂമിയിൽ 4 വര വരച്ചു. വഖാല, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അതദറൂന മാ ഹാദാ, ഈ 4 വരകൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഖാലു അല്ലാഹു വറസൂലുഹു അഅലം. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഫ്ളലു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലെ സ്ത്രീകളിലെ ഏറ്റവും ശ്രേഷ്ഠകളായ 4 പെണ്ണുങ്ങളെ പറ്റിയാണ് ഞാൻ ഈ 4 വര വരച്ചത്. അതാരൊക്കെയാണെന്നോ? ഒന്ന് ഖദീജത്തു ബിൻതു ഖുവൈലിദ്, ഖദീജ ബീബി റളിയല്ലാഹു അൻഹ, വഫാത്തിമത്തു ബിൻതു മുഹമ്മദ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുത്രിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, വമറിയം ഇബ്നത്തു ഇമ്രാൻ, നമ്മുടെ കഥാസ്ത്രീയായ, കഥാപുരുഷനല്ല കഥാസ്ത്രീയായ ഇമ്രാനിന്റെ മകൾ മറിയം, വആസിയത്തു ബിൻതു മുസാഹിം ഇംറഅത്തു ഫിർഔൻ, ഫിർഔന്റെ ഭാര്യയായ മുസാഹിമിന്റെ മകൾ ആസിയ ബീവി. ഈ 4 ആളുകളാണ് സ്വർഗസ്ഥ സ്ത്രീകളിലെ ഏറ്റവും ശ്രേഷ്ഠരായ 4 സ്ത്രീകൾ. അബൂ മുസ അശ്ശരി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് വന്ന മറ്റൊരു ഹദീസ്, അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കമുല മിനർ റിജാലി കസീർ, ആണുങ്ങളിൽ നിന്ന് കാമിലീങ്ങൾ ഒരുപാട് ആളുകളുണ്ട്. ആണുങ്ങളിൽ നിന്ന് സമ്പൂർണ്ണാവസ്ഥ എത്തിച്ച കാമിലീങ്ങളായ ആളുകൾ, ഡിഗ്രി അല്ലട്ടോ, ആണുങ്ങളിൽ നിന്ന് സമ്പൂർണത എത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. വലം യക്മുൽ മിനൻ നിസായി, എന്നാൽ പെണ്ണുങ്ങളിൽ നിന്ന് കാമിലാത്തായിട്ടില്ല. ഇല്ല ആസിയത്തു ഇംറഅത്തി ഫിർഔൻ, ആസിയ ബീവി ഒഴിച്ച്. ഇല്ല ആസിയത്തു ഇംറഅത്ത ഫിർഔൻ, ഫിർഔന്റെ ഭാര്യയായ ആസിയ ഒഴിച്ച്. വമറിയം ഇബ്നത ഇമ്രാൻ, ഇമ്രാനിന്റെ മകൾ മറിയം ഒഴിച്ചു. വഖദീജത ബിൻതു ഖുവൈലിദ്, ഖദീജ ബീവി ഒഴിച്ചു. ആയിഷ ബീവിയോ, ഇന്ന ഫദ്ല ആയിഷത അലൻ നിസാ, ആയിഷ ബീവി മറ്റു സ്ത്രീകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആയിഷ ബീവിയുടെ ശ്രേഷ്ഠത കഫദ്ലി സരീദി അലാ സായിരി ത്വാം, ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ ഇറച്ചിയും പത്തിരിയും എത്ര ഉഷാറുണ്ടാകുമോ അത്രയാണ്. കഫദ്ലി സരീദി, ഇറച്ചിയും പത്തിരിയും എത്ര ശ്രേഷ്ഠമായിരിക്കുമോ അത്രയാണ് അലാ സായിരി ത്വാം, മറ്റു ഭക്ഷണങ്ങളുടെ മേൽ. പല ഭക്ഷണം ഉണ്ടെങ്കിലും ഇറച്ചിയും പത്തിരി ഉണ്ടെങ്കിൽ അത് വേറെ തന്നെ അല്ലേ, ആയിഷ വേറെ തന്നെയാണ്, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്.
അത് അത്ര എല്ലാ നിലക്കും ഉഷാറാണ്. അത് ഈ ഗണത്തിൽ ഈ അർത്ഥത്തിൽ മാത്രം എണ്ണേണ്ടതല്ല. ഇത് തഖ്വയിലും മഹത്വത്തിലുമൊക്കെ വളരെ ഉന്നതിയിലെത്തിയ കുറേ സ്ത്രീകൾ, 4 സ്ത്രീകൾ. ആയിഷ അത് മാത്രമല്ല, ആയിഷ എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഒരു വല്ലാത്ത സാധനമാണ്. മുത്തഫഖുൻ അലൈഹി. ഇംറഅത്തു നൂഹ് എന്ന വസ്മുഹ ഖീല വാലിയ. നൂഹ് അലൈഹി സ്വലാമിൻ്റെ ഭാര്യയുടെ പേര് ഇത് തഫ്സീറുൽ ആലൂസിയിലാണ് പറഞ്ഞത്. ഇബ്നു കസീർ തങ്ങൾ ആ പേര് പറഞ്ഞിട്ടില്ല. നൂഹ് അലൈഹി സ്വലാമിൻ്റെ ഭാര്യയെ പേരൊന്നും സ്വഹീഹ് ഹദീസിലൊന്നും വന്നിട്ടില്ല. പറയപ്പെട്ടു വാലിയത്ത് എന്നാണ്. ലൂത്ത് അലൈഹി സ്വലാമിൻ്റെ ഭാര്യ വാഹിലത്താണ് പേരെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. വാഹിലത്തോ വാലിഹത്തോ, ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് അങ്ങനെയും പറയപ്പെട്ടിട്ടുണ്ട്. മുഖാത്തിൽ എന്നവർ പറഞ്ഞിട്ടുണ്ട് നൂഹ് അലൈഹി സ്വലാമിൻ്റെ ഭാര്യയാണ് വാലിഹത്ത്, ലൂത്ത് അലൈഹി സ്വലാമിൻ്റെ ഭാര്യ വാലിഹത്തും. അങ്ങോട്ട് നേരെ മറിച്ചിട്ടാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞതിൻ്റെ എക്സായിട്ട്. എന്തായാലും വാലിഹത്തോ വാഹിലത്തോ വാലിഹത്തോ ഒക്കെ ആയാലും രക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പം അതിൻ്റെ പേരൊന്നും നോക്കി നമ്മൾ വല്ലാതെ ഇടങ്ങാറാവണ്ട. وذكر غير واحد أن المقصود الإشارة إلى أن الكفرة يعاقبون بكفرهم ولا يراعون بما بينهم وبين النبي صلى الله عليه وسلم من الوصلة. ഈ ആയത്തുകൾ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് കാഫിരീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി എത്ര ബന്ധമുണ്ടെങ്കിലും ആ ബന്ധം പരിഗണിക്കപ്പെടില്ല, അവർ ശിക്ഷിക്കപ്പെടും എന്നു തന്നെയാണ് ഈ ആയത്തുകൾ കാണിക്കുന്നത് എന്ന്. ആലൂസിയിൽ പറയുന്നു റബ്ബ് ബിനിലി ഇൻദക എന്ന് പറഞ്ഞാൽ ഐ ഖരീബം മിർ റഹ്മതിക എന്നാണ്. പടച്ചവനെ നിന്റെ അടുക്കൽ എനിക്കൊരു വീടുണ്ടാക്കി തരണം എന്ന് പറഞ്ഞാൽ നിന്റെ റഹ്മത്തിന്റെ സമീപത്ത്, അല്ലാതെ ലിതനസുഹിഹി സുബ്ഹാനഹു അനിൽ മക്കാൻ, അല്ലാഹുവിന് മക്കാനില്ല എന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. തഫ്സീറുൽ ആലൂസി തന്നെ, ആലൂസി കുറേയൊക്കെ പുരോഗമന ചിന്താഗതിക്കാരോട് ചെറിയൊരു തഫ്സീറുകളിലൊക്കെ ആഭിമുഖ്യം കാണിക്കുന്ന ആളാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു അല്ലാഹുവിന് മക്കാനില്ല, അല്ലാഹു തആല മക്കാനെ തൊട്ട് പരിശുദ്ധനാണ്, അല്ലാഹുവിനൊരു സ്ഥലം ഇല്ല, അല്ലാഹുവിന് മക്കാനുണ്ട് എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇൻദക എന്ന് പറഞ്ഞാൽ നിന്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ സ്ഥലം കൊണ്ടുള്ള അടുക്കല്ല. എന്തുകൊണ്ട്? സ്ഥലം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. സ്ഥലത്തെ പടക്കുന്നതിന് മുമ്പും അള്ളാഹു ഉണ്ട്. അത് ഈ ക്ലാസ്സുകളിലൊക്കെ പലപ്പോഴും വിശദീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തോട് ചേർത്ത് അള്ളാഹുവിനെ പറയാൻ പറ്റില്ല. جعل حالها مثلا لحال المؤمنين في أن وصلة الكفرة لا تضرهم حيث كانت في الدنيا تحت أعداء الله عز وجل وهي في أعلى غرف الجنة. ഫിർഔന്റെ ഭാര്യ സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥലത്താണ്. ഇൻദക, അള്ളാഹുവിൻ്റെ റഹ്മത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന ഫിർദൗസുൽ അഅലയോട് അടുത്തുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിലെ തന്നെ ഏറ്റവും ഉന്നതമായ സ്ഥലത്താണ് ഫിർഔന്റെ ഭാര്യ. ഫിർഔനോ ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന സ്ഥലത്തുമാണ്, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ഏറ്റവും അകന്നു നിൽക്കുകയാണ്. അപ്പോൾ കുടുംബ ബന്ധങ്ങളും രക്തബന്ധങ്ങളും ഒന്നും മനുഷ്യൻ്റെ നിമ്നോന്നതികളെ ന്യായീകരിക്കുന്നില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു ഇന്ന ഫിർഔന വത്തദ ലിംറഅതിഹി അർബഅത ഔതാദിൻ ഫി യദൈഹാ വരിജ്ലൈഹാ. കയ്യും കാലും കെട്ടുക മാത്രമല്ല, കയ്യും കാലിലും ആണികൾ വെച്ച് തറക്കുകയും കൂടി ചെയ്തിരുന്നു ഫിർഔന് എന്നാണ്. അങ്ങനെ ഫിർഔനും ആൾക്കാരും അവളിൽ നിന്ന് ദൂരത്തേക്ക് പോകുമ്പോൾ മലക്കുകൾ അവർക്ക് ചിറകുകൾ താഴ്ത്തിക്കൊടുത്ത് നിഴലിട്ട് കൊടുത്തിരുന്നു. അബ്ദു ബിൻ ഹുമൈദിന്റെ മറ്റൊരു റിവായത്തിലുണ്ട് അന്നഹു വത്തദലഹാ അർബഅത ഔതാദിൻ വഅൽജഅഹാ അലാ ളഹ്രിഹാ. 4 ആണികൾ വെച്ച് മുതുകിൻ്റെ മേലിൽ കിടത്തി, പുറം അടിയിലേക്കാക്കി നെഞ്ചു മുകളിലേക്കാക്കി കിടത്തിയിട്ട് വജഅല അലാ സ്വദിരിഹാ റുഹൻ, അവളുടെ നെഞ്ചത്ത് ഒരു ആസങ്കല്ല് കൊണ്ടുപോയി വെച്ചു. വസ്തഖ്ബല ബിഹാ ഐന ശംസി, എന്നിട്ട് സൂര്യന് നേരെ മുന്നിടിച്ചു. ഫറഫഅത് റഅസഹാ ഇല സമാ, അപ്പോഴാണ് അവൾ ആകാശത്തേക്ക് കണ്ണുയർത്തിയിട്ട് റബ്ബ് ബിനിലി എന്ന് പറഞ്ഞത് എന്ന്. ദക്കറൽ മുഫസ്സിറൂന അന്നൽ ഫർജ ജൈബു ദിർഇഹ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു. മറിയം ബീവിയുടെ ഫർജ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അവരുടെ ഊതിയ ഫർജ് എന്ന് പറഞ്ഞാൽ അവരുടെ അങ്കിയുടെ വിടവാണ് എന്ന്. വഹുവ മുഹ്തമലുൻ ലി അന്നൽ ഫർജ മഅനാഹു ഫിൽ ലുഗത്തി കുല്ലു ഫുർജത്തിൻ ബൈന ഷൈഇൻ, 2 വസ്തുവിനിടയിലുള്ള വിടവിനൊക്കെ ഫർജ് എന്ന് പറയാം. മിർ റൂഹിന എന്ന് പറഞ്ഞത് നമ്മുടെ റൂഹിൽ നിന്ന് ഊതി എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റൂഹ് ഊതി എന്നല്ല, അത് അള്ളാഹുവിൽ നിന്ന് വന്ന റൂഹ് എന്ന് തശ്രീഫി, ആ റൂഹിനെ ബഹുമാനിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. മിൻ റൂഹിൻ ഖലഖ്നാഹു ബിലാ തവസ്സുതി അസ്ലിൻ, എല്ലാ റൂഹും അള്ളാഹുവിൽ നിന്ന് വന്നതെന്നല്ലേ. പിന്നെന്താ ഇവിടെ മാത്രം അള്ളാഹുവിൽ നിന്ന് വന്ന റൂഹ് എന്ന് പറയാൻ കാര്യം? എന്നാൽ മറിയം ബീവിക്ക് ഈസാ അലൈഹി സ്വലാമിൻ്റെ റൂഹ് മാത്രമേ അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ളൂ. ലോകത്തെ എല്ലാ റൂഹും അള്ളാഹുവിൽ നിന്ന് വന്നതാ. പിന്നെന്താ ഈസാ അലൈഹി സ്വലാമിൻ്റെ റൂഹിൻ്റെ കാര്യത്തിൽ മാത്രം അള്ളാഹുവിൽ നിന്ന് വന്ന റൂഹ് എന്ന് നമ്മൾ പറയുന്നത്? അത് ഒരു അസ്ല് ഇടയിൽ ഇല്ലാതെ നേരിട്ട് വന്ന റൂഹാണ്.
നമ്മുടെ റൂഹ് അള്ളാഹുവിൽ നിന്ന് വന്നതാ, പക്ഷെ നമ്മുടെ പിതാവിലൂടെ, അത് അവരുടെ പിതാവിലൂടെ. അങ്ങനെ ഒരു അസ്വല് തവസ്സുത്തായിട്ടാണ് റൂഹുകളെ അള്ളാഹു തആല ആദം അലൈഹി ഇസ്ലാമിൻ്റെ സന്തതികൾക്ക് റൂഹ് അള്ളാഹു തആല നൽകിയത്. അങ്ങനെയാണ്. അതേ സമയത്ത് ഒരു അസ്വല് തവസ്സുത്താവാതെയാണ് മറിയം ബീവിക്ക് നേരിട്ട് അള്ളാഹു തആല ജിബ്രീൽ അലൈഹി സ്വലാമിലൂടെ റൂഹിനെ പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ടാണ് മിർ റൂഹിന എന്ന് പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിൽ ഫളു ആയിഷത അല നിസാഇ കഫളു സരീദി അല സായിരി ത്വാം എന്ന് പറഞ്ഞു. ആയിഷ ബീവിയുടെ ശ്രേഷ്ഠത ഇറച്ചും പത്തിരിയുടെയും ശ്രേഷ്ഠതയാണ് മറ്റു ഭക്ഷണത്തെക്കാൾ എന്ന് പറഞ്ഞു. എന്താ അവിടെ ഇറച്ചും പത്തിരി എന്ന് പറയാൻ കാര്യം? വഹുസ്സ സരീദു, സരീദ് എന്ന്, സരീദ് പറഞ്ഞാൽ പത്തിരി എന്ന് മാത്രമല്ല, വഹുവ ഖുബ്സുൻ യുജ്അലു ഫീ മറഖിൻ വഅലൈഹി ലഹ്മുൻ, കറിയിൽ ഇറച്ചി ഇട്ടിട്ട് അത് പാരുന്ന പത്തിരിയാണ് സരീദ്. വെറും പത്തിരിക്കല്ല സരീദ് എന്ന് പറയാം, അതിന് ഖുബ്സ് എന്നാ പറയാം. റൊട്ടിയിൽ ഇറച്ചിക്കറി പാർന്നാലാണ് അത് സരീദാണിത്. എന്താണ് അതിന് ഇത്ര പ്രത്യേകത? അത് ഇദാമൽ ഖുബ്സു തദ്മുഹു ബിലഹ്മിൻ ഫദാക അമാനത്തുല്ലാഹി സരീദു. ഒരു കവി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഖുബ്സ് റൊട്ടിയിൽ തദ്മുഹു ബിലഹ്മിൻ, ഇറച്ചിയോട് കൂട്ടാനാക്കിയിട്ട്, ഇറച്ചി കൂട്ടാനുണ്ട് റൊട്ടിക്കെങ്കിൽ ഫദാക അമാനത്തുല്ലാഹി സരീദു, അതാണ് പടച്ചവന്റെ അമാനത്തായ സരീദ് ആണ്. അപ്പൊ ഈ സരീദ് എന്ന് പറഞ്ഞത് കേവലം റൊട്ടിയല്ല, പത്തിരിയല്ല, ഇറച്ചും പത്തിരിയും എന്നതാണ്. അത് ലഹ്മു ഫഖത്ത്, ഇറച്ചി മാത്രമല്ല. കമാ ഖീല, എന്താണ് ഇതിന് കാരണം? വസിറു ഫീഹി അലാ മാ ഖാല ത്വബി ഇന്ന സരീദ മഅൽ ലഹ്മി ജാമിഉൻ ബൈനൽ ഗിദാഇ വൽ ലദ്ദതി വൽ ഖുവ്വതി വസുഹൂലത്തി തനാവുലി വഖില്ലത്തിൽ മുഗ്നതി ഫിൽ മുദ്ഗി വസുർഅത്തിൽ മുരൂരി ഫിൽ മർഇ. ഈ ഇറച്ചിയും പത്തിരിയും എന്ന സംഗതി അത് ഭക്ഷണവുമാണ്, കഴിക്കാൻ രസമാണ്, ശരീരത്തിന് ശക്തി പകരുന്നതുമാണ്, പോഷകാഹാരമാണ്, വേഗം ദഹിക്കുന്നതുമാണ്, ചവക്കാൻ എളുപ്പമാണ്, ആമാശയത്തിന് വളരെ സുഖകരമായ ഭക്ഷണമാണ്. ഇറച്ചും പത്തിരി അതൊരു സാധനം തന്നെയല്ലേ. അതുകൊണ്ട് തന്നെ ഫളുരിബ ബിഹി മസലൻ ലിയുദന ബിഅന്നഹാ റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബീവിക്ക് ഉദാഹരണം കൊടുക്കാൻ കാരണം ഉഅ്തിയത് മാ ഹുസ്നിൽ ഖുൽഖി ഹലാവത്തൽ മൻതിഖി വഫസാഹത്തൽ ലഹ്ജതി വജൗദത്തൽ ഖരീഹതി വറസാനത്തൽ റഈ വറസാനത്തൽ അഖ്ലി വതഹബ്ബുബ ലിൽ ബഅദ്. ആയിഷ ബീവി എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ഉഷാറുള്ള പെണ്ണാണ്, നല്ല സംസാരാണ്, നല്ല സ്ഫുടമായ ഭാഷയാണ്, വളരെ നല്ല ബുദ്ധിയാണ്, അങ്ങേയറ്റത്തെ അഭിപ്രായ ഒരു കാര്യം പറയുകയാണെങ്കിൽ വളരെ ചിന്തിച്ചു പറയാൻ കഴിവുള്ളവളാണ്. അതുപോലെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ നല്ല പെണ്ണുമാണ്. അങ്ങനെ എല്ലാ ഗുണവും തുടങ്ങിയ ഒരു പെണ്ണാണ് ആയിഷ ബീവി. അതുകൊണ്ടാണ് ആയിഷ ബീവിനെ ആ ഒരു ഉദാഹരണത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദാഹരിച്ചത്. നബി തങ്ങൾക്ക് അറിയാലോ ആയിഷ ബീവിയുടെ എല്ലാ കഴിവും. അതുകൊണ്ട് ആയിഷ ബീവി എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു പെണ്ണാണ്. വഹസ്ബുക അന്നഹ അഖലത് മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ലം യഖിൽ ഗൈറുഹാ മിനൻ നിസാ. മറ്റൊരു പെണ്ണിനും മനസ്സിലാകാത്ത പല കാര്യം ആയിഷ ബീവിക്ക് മനസ്സിലായിരുന്നു. മറ്റു പലരും റിവായത്ത് ചെയ്തിട്ടില്ലാത്ത അത്രയും ഹദീസുകൾ ആയിഷ ബീവി റിവായത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വിശേഷതകൾ ആയിഷ ബീവിക്കുണ്ട്. അത്രയും വിശേഷതയുള്ള അതേ ആയിഷ ബീവിയെ തന്നെയാണ് വഅലാ മസീദി ഫദ്ലിഹാ ഫീ ഹാദിഹി സൂറ, ഈ സൂറത്തിൽ അല്ലാഹു തആല ഇത്രയൊക്കെ ഉള്ള വിശേഷതയുള്ള ആയിഷ ബീവി തന്നെ മിൻ ഇതാബിഹാ വഇതാബി സാഹിബത്തിഹാ ഹഫ്സ, അതേ ആയിഷ ബീവിനെയും ഹഫ്സ ബീവിനെയും അല്ലാഹു തആല ഒന്ന് ചെറുതായി പരാമർശിച്ചു, കുറച്ച് ആക്ഷേപ സ്വരത്തിൽ എന്നതു തന്നെ മാലാ യഖ്ഫ. എത്ര ഉഷാറുണ്ടെങ്കിലും ഉഷാറിനപ്പുറത്തൊരു മോശം വരാതെ സൂക്ഷിക്കണം എന്ന പാഠമാണ്. ثم لا يخفى أن فاطمة رضي الله تعالى عنها, ആയിഷ ബീവി ഇത്രക്ക് ഉഷാറാണെങ്കിൽ ഫാത്തിമ ബീവിയോ? അതൊക്കെ പാടെ പറഞ്ഞു നോക്കുമ്പോൾ ഫാത്തിമ ബീവിനെ കാണാൻ ഉഷാറാണ് ആയിഷ ബീവിയും തോന്നുന്നുണ്ടോ? ثم لا يخفى, ആലൂസി പറയാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മിൻ ഹൈസുൽ ബുദ്ഇയ്യ ലാ യഅദിലുഹാ ഫിൽ ഫദ്ലി അഹദ്. ഫാത്തിമ ബീവി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട ഖിത്അത്തു കബിദാണ്, അത് ബഅളാണ്, നബി തങ്ങളുടെ ബഅളാണ്, നബിയിൽ നിന്ന് വന്നതാ. ആ ഒരു പരിഗണനയിൽ മറ്റൊരു പെണ്ണും ഫാത്തിമ ബീവിന്റെ അടുത്ത് എത്തൂല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണല്ലോ. ആ അഷ്റഫുൽ ഖൽഖിൽ നിന്ന് നേരിട്ട് വന്നത് അതിന്റെ ബഅളാണല്ലോ ഫാത്തിമ ബീവി. അതുകൊണ്ട് അത് വേറെ ആർക്കും കിട്ടാൻ പോണില്ല. അതേ സമയത്ത് ഒരുപാട് വിശേഷത ആയിഷ ബീവിക്കുണ്ട്. ഖുശൈരി പറഞ്ഞിട്ടുണ്ട് ലമ്മാ സബഖത ലഹുൽ ഫുർഖത്തു യൗമൽ ഖിസ്മത്തി ലം തൻഫഅഹുൽ ഖുർബത്തു യൗമൽ ഉഖൂബ. ദുനിയാവിലാണ് ഓഹരികളൊക്കെ നൽകുന്ന അതിൻ്റെ വേദി.
ഇവിടെ ലൂത്ത് അലൈഹി സ്വലാമിന് നൂഹ് അലൈഹി സ്വലാമിൻ്റെയും ഭാര്യമാർ അവർ ഭർത്താക്കന്മാരുമായി മാനസികമായി ബന്ധപ്പെട്ടില്ല, ബാഹ്യമായി ബന്ധപ്പെട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുമായുള്ള രക്തബന്ധങ്ങളോ കുടുംബ ബന്ധം ശിക്ഷയുടെ ദിവസം അവർക്ക് ഉപകാരപ്പെട്ടില്ല എന്ന് കാലു. ഉഷേരി തന്നെ പിന്നെയും പറയാണ്, സ്വറത്ത് ഹിമ്മത്തുഹ ഹൈസു തലബത്ത് ബൈത്തം ഫിൽ ജന്ന. ആസിയ ബീവി സ്വർഗത്തിൽ എനിക്കൊരു വീട് വേണമെന്ന് പറഞ്ഞപ്പോൾ വക്കാന മിൻ ഹഖയാൻ തത്ലുബൽ കസീറ, സ്വർഗത്തിൽ എന്തിനാ ഒരു വീട് മാത്രം ചോദിക്കണം, ഒരുപാട് ചോദിച്ചൂടെ? ഒരു വീട് പറഞ്ഞ ദുന്യാവിൽ ഉണ്ടാകുന്ന സംഗതി അല്ലേ ഇത്? സ്വർഗം കിട്ടിയിട്ട് പിന്നെ ഒരു പേരോണ്ട് മതിയാക്കണം. അപ്പോൾ അവളെ ചോദ്യം വളരെ കുറഞ്ഞു പോയി എന്ന് ചിലർ പരാതിപ്പെട്ടിട്ടുണ്ട്. സ്വർഗത്തിൽ ഒരു വീട്, സ്വർഗത്തിൽ എന്തെല്ലാം ചോദിക്കാം. പിന്നെ വീട് കാണാത്ത പെണ്ണൊന്നുമല്ലല്ലോ ആസിയ ബീവി, കൊട്ടാരത്ത് കഴിയുന്നവളല്ലേ. വലാക്കമാ തവഹമു. കുശേരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു എന്നാൽ അവർ വിചാരിച്ച മാതിരിയല്ല സംഗതി. ഫഇന്നഹ കാലത്ത് സ്വർഗത്ത് വീട് വേണം എന്നല്ല ആസിയ ബീവി പറഞ്ഞത്. റബ്ബി ബിനിലി ഇൻദക, നിന്റെ അടുക്കൽ വീട് വേണം എന്നാ പറഞ്ഞത്. ഫതലബത് ജിവാർ അൽ ഖുർബ, അള്ളാഹുവിന്റെ ഖുർബത്തിനെയാണ് അവൾ തേടിയത്. അതുകൊണ്ട് തന്നെ വല ബൈത്തും ഫിൽ ജിവാരി അഫ്ളലു മിൻ അൽഫി ഖസ്റിൻ ഫി ഗൈരിൽ ജിവാർ, അള്ളാഹുവിന്റെ ജിവാറിലുള്ള അയൽപ്പക്കത്തുള്ള ഒരു വീടാണ് അള്ളാന്റെ അയൽപ്പക്കമില്ലാത്ത 1000 കൊട്ടാരങ്ങളെക്കാൾ നല്ലത്. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ആസിയ ബീവി ചോദിച്ചത്. വമിനൽ മഅലൂമി അന്ന ഇൻദിയതൻ ഹുനാ അൽ ഇൻദിയത്തുൽ ഖുർബ വൽ കറാമ. നേരത്തെ പറഞ്ഞതുപോലെ അള്ളാന്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെയും കറാമത്തിന്റെയും അടുത്ത് എന്നാണ് അർത്ഥം. വലാകിന്നഹു അലാ കുല്ലി ഹാൽ ബൈത്തുൽ ലഹു മസിയ്യത്തുൻ അലാ ഗൈരിഹി വലഹു ഖുസൂസിയ്യ. എന്തായാലും അള്ളാന്റെ അടുക്കലുള്ള വീട് എന്നത് മറ്റു വീടുകളെക്കാൾ വളരെ വിശേഷമായ ഒരു വീടാണ്. അതാണ് ചിലർ കവിതയായി ചൊല്ലിയത്. ഇന്നീല അഹ്സിദു ജാറകും ലിജിവാരിക്കും തൂബാ ലിമൻ അദ്ഹാ ലിദാരിക ജാറ യാ ലൈത ജാറക ബഅനി മൻ ദാറുഹു യാ ലൈത ജാറുക ബഅനി മിൻ ദാരിഹി ശിബ്റൻ ലിഉതിയഹു ബിശിബ്രിൻ ദാറ എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. ഇന്നീല അഹ്സിദു ജാറക്കും, നിങ്ങളുടെ അയൽപക്കക്കാരനെ പറ്റി എനിക്ക് അസൂയാണ്. അസൂയാണെന്ന് പറഞ്ഞാൽ അവന് കിട്ടിയ സൗഭാഗ്യം വിചാരിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഒരു അസ്വസ്ഥത. ഓന് ഇത്ര സൗഭാഗ്യം കിട്ടിയല്ലോ എനിക്ക് കിട്ടിയില്ലല്ലോ. അത് തെറ്റായ അസൂയ എന്ന നിലക്കല്ല. കാരണം നിങ്ങളുടെ അയൽക്കാരനെ പറ്റി ഞാൻ എന്തിനാ അസൂയപ്പെടുന്നത്? ഇത് ജിവാരിക്കും, അവൻ നിങ്ങളുടെ അടുത്താണല്ലോ കഴിയണമെന്ന് വിചാരിച്ചിട്ട്. തൂബാലിമൻ അവഹാലിദാരിക ജാറ, നിങ്ങളുടെ വീടിന്റെ അടുക്കൽ അയൽക്കാരനായി കഴിയുന്നവന്റെ സന്തോഷം എത്രയാണ്. യാ ലൈത ജാറുക ബഅനി മിൻ ദാരിഹി യാ ലൈത ജാറക ബഅനി മിൻ ദാരിഹി, നിങ്ങളുടെ അയൽക്കാരൻ അയാളുടെ വീട്ടിൽ നിന്ന് ശിബ്റൻ ഒരു ചാൺ എനിക്ക് വിറ്റിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുക. നിങ്ങളുടെ അയൽക്കാരൻ അയാളുടെ വീട്ടിൽ നിന്ന് ഒരു ചാണ് മതി, ഒരു ചാൺ എനിക്ക് വിറ്റിരുന്നെങ്കിൽ. ലി ഉഴ്തിയഹു ബിശിബിരിൻ ദാറ, ആ ഒരു ചാണിന് പകരം അയാൾക്ക് ഞാൻ ഒരു മുഴുവൻ വീടും കൊടുക്കാം. നിങ്ങളുടെ അയൽക്കാരൻ അയാളുടെ വീട്ടിൽ നിനക്കൊരു ചാണ് തന്നാൽ അതിനു പകരം ഒരു മുഴുവൻ വീട് ഞാൻ അയാൾക്ക് കൊടുക്കാം. അത്രയും നിങ്ങളുടെ അയൽപ്പക്കത്തെ ഞാൻ മാനിക്കുന്നു. നിങ്ങളുടെ അയൽപ്പക്കത്ത് കഴിയാൻ കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത സൗഭാഗ്യമാണ്. അയൽപ്പക്കത്തിന്റെ മഹത്വം അതാണ്. പണ്ടാരോ ഒരു വീട് വിറ്റപ്പോൾ പറഞ്ഞല്ലോ എത്രയ്ക്ക് അത് എടുത്തെന്ന് വെച്ചു. അത് വീട് 10,000-നും അയൽപ്പക്കം 90,000-നും, അങ്ങനെ 1,00,000-നും. 1,00,000-ന് വീട് വാങ്ങിയപ്പോൾ 1,00,000-ന് എന്താണ് അതുള്ളത്? 1,00,000 ദീനാറിനല്ലേ ദിർഹമിന് മാത്രം എന്താ വീടുള്ളതെന്ന് ചോദിച്ചു. വീട് 10,000-നേ ഉള്ളൂ, പക്ഷെ അതിന്റെ അയൽപ്പക്കം 90,000-നുണ്ട്. ഇത് അയൽപ്പക്കക്കാരൻ കേട്ടു. അയാൾ പറഞ്ഞു ആ 1,00,000 ഞാൻ കൊടുക്കാം. ഇയാൾക്ക് മുഴുവൻ ലാഭമായി. ഇത്ര നല്ല തന്നെപ്പറ്റി ഇത്രയും മതിപ്പുള്ള ഒരാളാണ് വീട്ടിൽ വന്ന് താമസിക്കുന്നത്. അപ്പൊ അയൽപ്പക്കത്തിന് അത്രയും വലിയ വിലയുണ്ട്. റൂഹുൽ ബയാൻ പറയുന്നുണ്ട് വഖത്തഅത ഹാദിഹിൽ ആയ, ഈ ആയത്ത് മുറിച്ചു കളഞ്ഞു. തമഅമൻ യർതകിബു അൽ മാസിയത, ദോഷം ചെയ്യുന്ന ആളുകളുടെ ദുർമോഹങ്ങൾ. അൻ യൻഫഉ സ്വലാഹു ഗൈരിഹി മിൻ ഗൈരി മുവാഫഖത്തി ലഹു ഫി ത്വരീഖത്തി വസ്സിറ, മറ്റുള്ളവരുടെ നന്മ എനിക്ക് ഉപകാരപ്പെടും എന്ന് അവരുടെ ത്വരീഖത്തിലോ അവരുടെ മാർഗത്തിലോ പ്രവേശിക്കാതെ വേറെ ആരെങ്കിലും കുടുംബ ബന്ധമുള്ളവരോ സ്നേഹബന്ധമുള്ളവരോ ഓല് നന്നായതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുന്നു വിചാരിച്ച് നടക്കുന്നവരൊക്കെ ഈ ആയത്ത് കണ്ടിട്ട് അവരുടെ യഥാർത്ഥം തിരിച്ചറിയണം. മാർഗത്തിൽ ഒത്തുകൂടിയില്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളോ രക്തബന്ധങ്ങളോ സ്നേഹബന്ധങ്ങളോ ഒന്നും ചെയ്യാൻ പോണില്ല. വൈൻകാന ബൈനഹു വബൈനഹു ലിഹിക്മത്തിൻ നസബുൻ ഔ ഉസ്ലതു സിഹർ, അവർ രക്തബന്ധങ്ങളോ കുടുംബ ബന്ധങ്ങളോ കെട്ടുബന്ധങ്ങളോ എന്തവർക്കിടയിലുണ്ടെങ്കിലും അതൊന്നും അവരുടെ മാർഗത്തിൽ ഇവർ ഒത്തുകൂടിയില്ലെങ്കിൽ ഉപകാരം ചെയ്യാൻ പോണില്ല.
റൂഹുൽ ബയാനിൽ മാത്രം മറ്റൊരു കാര്യം കണ്ട തഫ്സീറുകളിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കമാ സ്വാനല്ലാഹു ആസിയത്താൻ മുബാശറത്തി ഫിർഔൻ. ആസിയ ബീവി അല്ലാഹു തആല ഫിർഔൻ നേരിട്ട് ബന്ധപ്പെടുന്നതിൽ നിന്നും സംരക്ഷിച്ചിട്ടുണ്ട്. ലിയന്നഹു കാന ഇന്നീന, കാരണം ഫിർഔന് വേറുള്ള ഗുണക്കുണ്ടെങ്കിലും ഭാര്യയുമായി ബന്ധപ്പെടാൻ കഴിയുമായിരുന്നില്ല. അയാൾ ഇന്നീനായിരുന്നു. ഇന്നീൻ എന്ന് പറഞ്ഞാൽ പ്രത്യുൽപാദന അവയവത്തിന് ശക്തിയില്ലാത്ത ആൾ. വഹുവമല്ല യഖ്ദിറു അലൽ ജിമാഇ ലിമറദിൻ ഔ കിബരി സിന്നിൻ, രോഗം കൊണ്ടോ അല്ലെങ്കിൽ വാർദ്ധക്യം കൊണ്ടോ പിന്നെ ഭാര്യയുമായി ബന്ധപ്പെടാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു ഫിർഔൻ. അതുകൊണ്ട് ഫിർഔന് ലൈംഗികമായി ആസിയ ബീവിയുമായി ബന്ധപ്പെട്ടിരുന്നില്ല. ആസിയ ബീവി അങ്ങനെ അല്ലാഹു തആല സംരക്ഷിച്ചിട്ടുണ്ട് എന്ന് റൂഹുൽ ബയാനിൽ കണ്ടിട്ടുണ്ട്. ഇബ്നു അത്തയ്യ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തഹ്രീർ വ തൻവീറിൽ പറയുന്നുണ്ട്, ഈ രണ്ട് ഉദാഹരണങ്ങളിലും ഇബ്റത്തുൽ ലി സൗജാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർക്ക് ഒരു പാഠമുണ്ട് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് ഉദാഹരണം എന്തിനാണ് ഈ സൂറത്തു തഹ്രീമിന്റെ അവസാനത്തിൽ പറഞ്ഞത്? നബി തങ്ങളുടെ ഭാര്യമാരോട് ചില കർശനമായ നിർദ്ദേശമൊക്കെ നൽകിയതിനു ശേഷം അത് അവർക്ക് കൂടി ഒരു പാടാണ്. ലൂത്ത് നബിന്റെ ഭാര്യയും നൂഹ് നബിന്റെ ഭാര്യയും ഒക്കെ നബിമാരെ ഭാര്യയായിട്ട് രക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങളൊന്നും വല്ലാതെ പരിധി വിട്ടു പോവണ്ട എന്ന ഒരു പാഠമാണ് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇബ്നു അത്തയ്യ തങ്ങൾ പറഞ്ഞു വഫീ ഹാദാ ബുഅ്ദുൻ, അതത്ര ശരിയല്ല. കാരണം ലിഅന്ന നസ്വന്നഹു ലിൽ കുഫാരി ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറൂ എന്ന് അല്ലാഹു പറഞ്ഞത് കാഫിരീങ്ങൾക്ക് ഉദാഹരണമാണ്. കാഫിരീങ്ങളുടെ ഉദാഹരണത്തിൽ പറഞ്ഞത് ഉമ്മഹാത്തുൽ മുഅ്മിനീനായ ആളുകളിലേക്ക് ചേർത്ത് പറയാൻ പാടില്ല. അതുകൊണ്ട് അത് അത്ര ശരിയല്ല എന്ന് ഇബ്നു അത്തയ്യ പറഞ്ഞിട്ടുണ്ട്. നമ്മളിനി സൂറത്തു തഹ്രീം അവസാനിച്ചു. അതോടൊപ്പം ഖദ് സമിഅ എന്ന ജുസും അവസാനിച്ചു. അല്ലാഹു തആല നമ്മൾ ഇതുവരെ പഠിച്ചതും കേട്ടതുമൊക്കെ സ്വാലിഹായ അമല സ്വീകരിച്ച് അതിൻ്റെ ഹക്കനുസരിച്ച് ദുനിയാവിലും അമല് ചെയ്യാനും ആഖിറത്തിൽ അതുവഴി നമ്മളെ രക്ഷപ്പെടുത്താനും കാരണമായി തീരുമാറാവട്ടെ.